وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله قالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا لا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. السلام عليكم. സ്വാഗതം തൽഹത്ത് സീൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, വേദിയിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യങ്ങളുടെ പൂക്കാലമായ, നന്മയുടെ തെന്മഴക്കാലമായ, പാപങ്ങളുടെ നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടടിക്കപ്പെടുകയും സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നിടുകയും ചെയ്യുന്ന മാസമായ പരിശുദ്ധ റമദാൻ നമുക്കരികിലെത്തിക്കഴിഞ്ഞു. ഈ പരിശുദ്ധ മാസത്തെ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാനും അത് ഉപയോഗപ്പെടുത്തുവാനും ഉതകുന്ന വിധം ഒരു ഉത്ബോധന ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ നടക്കേണ്ടത്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം അർപ്പിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഏരിയ വൈസ് പ്രസിഡന്റ് എം വി അബ്ദുൾ റഷീദ് സാഹിബാണ്. അദ്ദേഹത്തെ ഞാൻ ജമാഅത്തെ ഇസ്ലാമി മുപ്പത്തറം ഹൽക്കയുടെ പേരിൽ സ്വാഗതം അർപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ആലപ്പുഴ മർക്കസ് ഖത്തീബ് അബ്ദുൽ ഹക്കീം പാണാവള്ളി സാഹിബാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ജമാഅത്ത് ഇസ്ലാമി മുപ്പത്തറം ഹൽക്കയുടെ പേരിൽ സ്വാഗതം അർപ്പിക്കുകയാണ്. കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാരെയും സഹപ്രവർത്തകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസ്സലാമു അലാ റസൂലിഹിൻ നബിയിൽ അമീൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ. ജമാഅത്തെ ഇസ്ലാമി മുപ്പത്തറം ഹൽക്ക സംഘടിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ റമദാന് സ്വാഗതം എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായ പ്രഭാഷണമാണ് ഇന്നിവിടെ നടക്കുവാൻ പോകുന്നത്. ഈ വേദിയിൽ ഒരു അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല.
ഇവിടെ നടക്കുന്ന പ്രഭാഷണം സശ്രദ്ധം ശ്രവിച്ച് റമദാന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ആത്മസംസ്കരണത്തിലൂടെ പരലോകമോക്ഷത്തിനായി പ്രവർത്തിക്കുക. അതിന് സർവശക്തൻ തുണക്കുമാറാകട്ടെ. പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ജനാബ് അബ്ദുൽ ഹക്കീം സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الكريم المعبود الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على محمد أشرف المرسلين وعلى آله وأصحابه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യനായ അധ്യക്ഷൻ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹങ്ങൾ നാം ഓരോരുത്തരിലും എപ്പോഴും വർഷിക്കുമാറാവട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ വിശുദ്ധ റമളാന് സ്വാഗതം എന്ന തലക്കെട്ടോടുകൂടി പരിശുദ്ധ മാസത്തിന്റെ മുന്നൊരുക്കം എന്ന നിലക്ക് നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ് ഇത്. നല്ലത് പറയുവാനും നന്മ ഉൾക്കൊള്ളുവാനും നന്മയുടെ വഴിയിൽ സധൈര്യം എഴുന്നേറ്റ് നിൽക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും തമ്പുരാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. റമളാൻ മാസം എന്നത് ലോകത്തുള്ള മുസ്ലിം സമൂഹം നോമ്പനുഷ്ഠിക്കുന്ന, വ്രതം ആചരിക്കുന്ന മാസമാണ്. വ്രതം എന്നത്, നോമ്പ് എന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യ മത ജാതി സമൂഹങ്ങളിലും നിർണിതമായ ഒന്നാണ്. എല്ലാ മതസമൂഹങ്ങളും വ്രതം എന്ന ഒരു ആരാധനയെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഉൾക്കൊള്ളുന്നവയും നടപ്പാക്കുന്നവയും ആണ്.
കേരളത്തിലെ നമുക്ക് ചുറ്റുമുള്ള പ്രബല മതസമൂഹങ്ങളിലൊക്കെയും വ്രതം എന്ന ഒരു ആരാധന ജീവിതത്തിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇസ്ലാമിക സമൂഹവും വ്രതത്തെ അതിന്റെ ചൈതന്യത്തോടുകൂടി നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹവും ആണ്. മറ്റെല്ലാ മതസമൂഹങ്ങളുടേതിൽ നിന്നും ഭിന്നമായി ഇസ്ലാമിക സമൂഹത്തിന്റെ വ്രതത്തിന്, നോമ്പിന് ചില പ്രത്യേകതകളുണ്ട്, ഏവർക്കും അറിയുന്നതാണ്. ഇസ്ലാമിലെ നോമ്പിന്റെ പ്രത്യേകത അത് കഠിനമായ ഒരു തപസ്സാണ്. ശരീരത്തിനും മനസ്സിനും മനുഷ്യന്റെ മുഴുവൻ ജീവിത സമീപനങ്ങൾക്കും ചില അതിരുകളും അടയാളങ്ങളും നിർണയിച്ചു നൽകുന്ന, ജീവിതത്തെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി അടുപ്പിക്കുവാൻ ഉതകുന്ന കഠിനമായ ഒരു പരിശീലനമാണ് ഇസ്ലാമിക സമൂഹത്തിലെ നോമ്പ്. അതിന്റെ പ്രത്യക്ഷ രൂപം പ്രഭാതോദയം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളും ഭാര്യാഭർത്തൃ ബന്ധങ്ങളും സംസർഗവും ഒഴിവാക്കി രാത്രിയിൽ ഏറെ നേരം ആരാധനകൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു രൂപമാണ്. ഓരോ വർഷവും ആവർത്തിച്ചു വരുന്ന ഒരു ആരാധനാ ചടങ്ങ് എന്നതിലുപരി വളരെ ഗൗരവമുള്ള ചില വസ്തുതകൾ നോമ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വെറും അന്നപാനീയങ്ങൾ ഒഴിവാക്കലാണ് നോമ്പ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നോമ്പിന്റെ ഫലം ലഭിക്കുകയില്ല. ശരീരത്തെ അതിന്റെ ആസ്വാദ്യതകളിൽ നിന്ന് കുറെ സമയത്തേക്ക് നിർബന്ധപൂർവം പിടിച്ചു നിർത്തുകയും നിശ്ചിത സമയം കഴിയുമ്പോൾ നേരത്തെ എനിക്ക് തടഞ്ഞ ആ സുഖസൗകര്യങ്ങളെ വാരിവലിച്ച് കയറ്റുകയും ചെയ്യുന്ന ഒരു രീതിയുമല്ല നോമ്പ്. മറിച്ച് ഈ ആരാധന, ഇസ്ലാം എന്ന ആദർശം മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന ഭൂമിയിലെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നിർവഹിക്കപ്പെടുന്ന കൃത്യമായ ഒരു പരിശീലനമാണ്. അപ്പോൾ നോമ്പും റമദാനും എന്താണ് എന്ന് കൃത്യമായി നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഇസ്ലാമിക സമൂഹം, മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം ആണും പെണ്ണും എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ മണ്ണിൽ ജീവിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത്. വിശദീകരണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പറയുകയാണെങ്കിൽ ഇസ്ലാമിക സമൂഹം وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് വിശദീകരിച്ചത് وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا, അപ്രകാരം നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമാക്കി നിർണയിച്ചിരിക്കുന്നു. ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ.
മുസ്ലിം ഉമ്മത്ത് എന്ന പേരിൽ ഒരു കൂട്ടം ആളുകൾ ഈ മണ്ണിൽ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ സാധൂകരണം ലിതകൂനു ശുഹദാഅ അലന്നാസ്, ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യ സഹോദരങ്ങൾക്കും മനുഷ്യർ എന്ന ലേബലിൽ ഈ മണ്ണിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും മുമ്പിൽ, കുറച്ചുകൂടി അടുപ്പിച്ചു പറഞ്ഞാൽ 30 ജീവിക്കുന്ന മുസ്ലിമിന്റെ ജീവിതത്തിന്റെ സാധൂകരണം ഈ 30 ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുവിന്റെയും ക്രിസ്ത്യന്റെയും സിഖ് ഏത് ജാതി മത വിഭാഗമാവട്ടെ അവരുടെയൊക്കെ മുന്നിൽ ലിതകൂനു ശുഹദാഅ അലന്നാസ്, അവരുടെ മുന്നിൽ സാക്ഷികളാകുവാൻ വേണ്ടിയാണ്. വയകൂന റസൂലു അലൈക്കും ഷഹീദ, ഇവിടെയുള്ള ആളുകൾക്ക് സാക്ഷിയാവണം. അതിന്റെ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക സമൂഹത്തിനും മാതൃകയാവണം. കാര്യം വളരെ വ്യക്തമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എவ்விധമാണോ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ഉജ്ജ്വലമായ മാതൃകകൾ അവശേഷിപ്പിച്ചു കടന്നുപോയത്, അതേ വഴിയിൽ ഓരോ കാലഘട്ടത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമായ ആണും പെണ്ണും താന്താങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനസമൂഹത്തിലെ മനുഷ്യ സഹോദരങ്ങളുടെ മുമ്പിൽ നന്മയുടെ, ധർമ്മത്തിന്റെ, നീതിയുടെ, ന്യായത്തിന്റെ, സർവവിധത്തിലുള്ള സദ്മൂല്യങ്ങളുടെയും വക്താവും പ്രയോക്താവും മാതൃകയുമായി ജീവിക്കുക എന്നത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് അലന്നാസ്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. മനുഷ്യ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ആളുകൾ തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. മണ്ണിൽ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളിൽ, വീടകങ്ങളിൽ, തെരുവുകളിൽ, പള്ളികളിൽ, ആരാധനാലയങ്ങളിൽ, പഞ്ചായത്തുകളിൽ, മനുഷ്യന്റെ സാമ്പത്തിക ക്രയവിക്രയ മേഖലകളിൽ, അവന്റെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ, അവന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ എവിടം വരെ നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നന്മയുടെ കാവലാളായി നിൽക്കുകയും തിന്മകളെ വീടുകളിൽ നിന്നും, അയൽപക്ക ബന്ധങ്ങളിൽ നിന്നും, സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും, എല്ലാ ജീവിത മേഖലകളിൽ നിന്നും തിന്മകളെ ഒഴിവാക്കി നന്മയുടെ കുളിർതെന്നൽ മനുഷ്യ സമൂഹത്തിന്റെ മേൽ നടപ്പാക്കുവാൻ ബാധ്യതപ്പെട്ടവർ മുസ്ലിം സമൂഹം. ഈ ഒരു ആവശ്യത്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ, മുസ്ലിം ഉമ്മത്തിനെ ഈ മണ്ണിൽ വിട്ടേച്ചു പോയത്. ഇത് വളരെ ഗൗരവമുള്ള, അത്യന്തം ഗംഭീരമായ ഒരു ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. വായിൽ നിന്ന് നല്ലത് പറയണം, നല്ലതിന് സാക്ഷിയാവണം, നീതിക്ക് സാക്ഷ്യം വഹിക്കണം, നേരിന്റെ വഴിയെ നടക്കണം, മനുഷ്യനെ സ്നേഹിക്കണം, അല്ലാഹുവിന്റെ സാക്ഷിയാവണം, ജീവിതത്തിൽ എല്ലായിടത്തും നന്മയുടെ വക്താവായി നടക്കണം. നന്മ എവിടെയെന്ന് ചോദിച്ചാൽ നന്മയുടെ മാതൃകകളാണ് മുസ്ലിം ജീവിതം എന്ന് മനുഷ്യ സമൂഹത്തിന് തൊട്ടറിയാൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ, പ്രവാചകന്റെ അടുത്ത് ആദ്യം വന്ന് ഇസ്ലാം സ്വീകരിച്ച മനുഷ്യൻ, അദ്ദേഹം തന്റെ നാട്ടിൽ തന്റെ നാട്ടുകാരായ ആളുകൾ
ഇദ്ദേഹം വിശ്വസിച്ചിരിക്കുന്ന ഇസ്ലാം എന്ന ആദർശത്തിന്റെ കഠിന ശത്രുക്കളാകുമ്പോൾ പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയെ ഉപേക്ഷിച്ച്, ജന്മനാടിനെ ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പ്രവാസത്തിന് വേണ്ടി പോകാൻ തുനിയുമ്പോൾ, അല്ലയോ അബൂബക്കറെ, താങ്കളെപ്പോലുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല, താങ്കൾ ഇവിടെ നിന്നേ പറ്റൂ, നിങ്ങളെപ്പോലുള്ള ആളുകളെ ആരും പുറത്താക്കുകയോ സ്വയം പുറത്തു പോവുകയോ ചെയ്യരുത്. ഇതൊരു മനുഷ്യന്റെ സാക്ഷിയാണ്. നീതി നിഷേധത്തിന്റെ അണുവും ഉണ്ടാവുകയില്ലാത്ത സദ്ഗുണ സമ്പന്നരായ ഒരു ജനസമൂഹമായിട്ട് മുസ്ലിം ഉമ്മത്ത് എഴുന്നേറ്റു നിൽക്കണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ നന്മയുടെ സാക്ഷ്യം വഹിക്കണം. ഇതാണ് മണ്ണിലെ മുസ്ലിം ജീവിതം എന്ന് പറയുന്നത്. മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, ഒന്നിച്ച് ഒരൊറ്റ അണിയായി ഈ ആദർശത്തിന്റെ നേർവക്താക്കളായി എഴുന്നേറ്റു നിന്നുകൊണ്ട് പരസ്പരം ആലിംഗനം ചെയ്ത് സ്നേഹബദ്ധരായി തോളോട് തോൾ ചേർന്ന് കൂട്ടിനിന്ന് ഉള്ളിലിങ്ങനെ റുഹമാഉ ബൈനഹും, ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ പരന്നൊഴുകേണ്ടത് സ്നേഹ, കാരുണ്യ, വിട്ടുവീഴ്ചകളുടെ വിശാലമായ മനോഭാവവും, ഈ ഒന്നിച്ചു നിൽക്കുന്ന ഈ ജനസമൂഹം അതിനു പുറത്തുള്ള മുഴുവൻ മതജാതി ജനസമൂഹങ്ങൾക്കും ആശ്രയിക്കാവുന്ന, അവലംബിക്കാവുന്ന, വിശ്വസിക്കാവുന്ന മാതൃകായോഗ്യരായ ഒരു സമൂഹമായി നിൽക്കുകയും ചെയ്യണം. രണ്ടാണ് മണ്ണിലെ മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യത. ഒന്ന്, ഈ ആദർശത്തിന്റെ മാർഗത്തിൽ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക്, ഒരേ ഖിബലയിലേക്ക്, ഒരേ വിശുദ്ധ ഖുർആനിലൂടെ, ഒരേ പ്രവാചക ചര്യയിലൂടെ, ഒരേ ഇസ്ലാമിന്റെ വഴിയിലൂടെ, ഒരേ ഹൃദയാനുരാഗമുള്ള സഹോദരങ്ങളായിട്ട് തമ്മിലുള്ള ബന്ധം, മുസ്ലിം സമൂഹം തമ്മിലുള്ള ബന്ധം അതെന്തായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്ന് ഓർക്കണം. പരസ്പരം കടിച്ചു കീറുന്ന, ആക്രമിക്കുന്ന, പരസ്പരം നരകത്തിലേക്ക് തള്ളുന്ന, നിശിതമായി കടന്നാക്രമിക്കുന്ന ഒരു രീതിയും രീതിശാസ്ത്രവും അതല്ലല്ലോ ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ പരന്നൊഴുകുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ ദൈവനിഷേധത്തോട്, നീതി നിഷേധത്തോട്, സത്യനിഷേധത്തോട് ഘനഗംഭീരമായ ആർജവമുള്ള നിലപാടുകൾ എടുക്കുകയും അവർ പരസ്പരം സ്നേഹകാരുണ്യ വികാരങ്ങളുടെ ഏറ്റവും ഉജ്ജ്വലമായ പ്രഭാവമായി മാറുകയും ചെയ്യുമ്പോൾ ഒരു യുദ്ധക്കളത്തിൽ മരണാസന്നനായ മനുഷ്യൻ, സഹോദര്യത്തിന്റെ ഇസ്ലാമിക ബോധത്തിന്റെ നിദർശനം, മരണാസന്നനായ മനുഷ്യൻ, മരണവേളയിലെ അവസാനത്തെ ആഗ്രഹം, തൊണ്ട നനയ്ക്കാനുള്ള ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കരഞ്ഞു വിളിക്കുന്ന ഒരവസ്ഥയിൽ ആരോ ഒരാൾ ഈ മൃതപ്രായനായ മനുഷ്യന്റെ അടുത്തേക്ക് നീട്ടിവെക്കുന്നുണ്ട് ഒരു കോപ്പ വെള്ളം. ആ വെള്ളം അങ്ങനെ കൊടുക്കുമ്പോഴാണ് കുടിക്കാൻ വിറപൂണ്ട, ആത്മാവ് ശരീരത്തിന്റെ കൂടും വിട്ട് പറന്നു പോകാൻ വെമ്പുന്ന ആ മരണവെപ്രാളത്തിന്റെ വേദനയിലും പക്ഷേ അപ്പുറത്തു നിന്ന് കേൾക്കുന്നത് സഹോദരന്റെ കരച്ചിൽ, സഹോദരന്റെ കരച്ചിൽ, വെള്ളം വേണം, വെള്ളം വേണം. തന്നെ പോലെ മൃതപ്രായനായി യുദ്ധക്കളത്തിൽ കിടക്കുന്ന തന്റെ സഹോദരൻ, അദ്ദേഹം പിന്നെ ആ ചുണ്ട് വിറച്ചത് മരണത്തിന്റെ പാരവശ്യത്തിലും അയ്യാശിന് കൊടുക്കൂ, എന്റെ സഹോദരന് കൊടുക്കൂ. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വല ശോഭയാർന്ന അധ്യായങ്ങളിൽ ഒന്നാണല്ലോ ഒരു ഗ്ലാസ് വെള്ളവും ഒരേ ആവശ്യമുള്ള മൂന്നാളുകളും വെള്ളം കുടിക്കാതെ മരിച്ചു പോവുകയും ചെയ്തത്. അദ്ദേഹത്തിന് കൊടുക്കൂ. രണ്ടാമനും മൂന്നാമനും, രണ്ടാമന്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് മൂന്നാമന് കൊടുക്കൂ.
മൂന്നാമൻ പറയുന്നു ആദ്യം കരഞ്ഞ ആൾക്ക് കൊടുക്കൂ. ഈ ഒരു മനുഷ്യൻ ഈ 3 പേരെയും വെള്ളം കുടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ 3 പേരും അപരന് വേണ്ടിയിട്ട് ഇത് തട്ടിമാറ്റിയിട്ട് ആദ്യത്തെ ആളുടെ അടുത്ത് ചെല്ലുമ്പോൾ പിന്നെ കാണുന്നത് ഈ 3 പേരും വെള്ളം കുടിക്കാതെ മരിച്ചു പോവുകയും ചെയ്തത്. ഇതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ സാഹോദര്യത്തിന്റെ നിദർശനം. മുസ്ലിം സമൂഹം ഈ മണ്ണിൽ നിലനിൽക്കുന്നത് ഒന്ന്, വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം. എങ്ങനെ? വലാ തതഫറഖൂ, ഭിന്നിപ്പും ശൈഥില്യവും വഴക്കും വക്കാണവുമില്ലാതെ ഇസ്ലാമിക ആദർശത്തിന്റെ, വിശുദ്ധ ഖുർആനിന്റെ, പ്രവാചക ചര്യയുടെ മാർഗത്തിൽ ഞങ്ങൾ ഒരൊറ്റ മനസ്സും ഒരൊറ്റ ശരീരവും ഒരൊറ്റ ആത്മാവുമാണെന്നുള്ള ഒരു സമൂഹം, ഒരു വ്യക്തിയുടെ രൂപം പൂണ്ടു നിൽക്കുന്ന ഒരാകാരമുണ്ടല്ലോ. രണ്ടാമത്തെ ബാധ്യത, ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ അടിമകളായ മുഴുവൻ മനുഷ്യ സമൂഹവും അവരുടെ പേരുകൾ ബാലകൃഷ്ണനെന്നോ ജോർജെന്നോ പ്രഭാകരനെന്നോ ഏതു പേരുള്ളവനും ഏതു മതമുള്ളവനും ഏതു മതമില്ലാത്തവരും മനുഷ്യ സമൂഹം അവർക്ക് മുമ്പിൽ ദൈവിക കാരുണ്യത്തിന്റെ വക്താക്കളായി, അവന്റെ പട്ടിണിപ്പാത്രങ്ങളിൽ അന്നമായി, നീതി നിഷേധിക്കപ്പെടുന്ന അവന്റെ തൊഴിലിടങ്ങളിൽ നീതി വാങ്ങിക്കൊടുക്കുന്നവനായി, ന്യായം തകർക്കപ്പെടുന്ന ഇടങ്ങളിൽ അവനു വേണ്ടി ചോദിച്ചു വാങ്ങുന്നവനായി അബൂജഹലിന്റെ മുമ്പിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പോക്കുണ്ടല്ലോ. അബൂജഹലെ, ഈ മനുഷ്യന് കൊടുക്കാനുള്ളത് കൊടുക്കാൻ നിനക്ക് വിസമ്മതമുണ്ടോ എന്ന് ചോദിക്കുന്ന പ്രവാചകന്റെ ഒരു സാന്നിധ്യമുണ്ടല്ലോ. വൃദ്ധയായ ഒരു സ്ത്രീ, പ്രവാചകന് തെറി പറഞ്ഞു കടന്നു പോകുന്ന സ്ത്രീ, അവരുടെ ചുമടും താങ്ങി വേച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ ഓടിച്ചെന്ന ചുമടന്റെ തോളിലേക്ക് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധ സ്ത്രീയുടെ ചുമട് മുഴുവൻ ചുമലിലേക്ക് വാങ്ങിയിട്ട് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടു ചെന്ന് എത്തിക്കുമ്പോഴും ഈ അമ്മൂമ്മ പറഞ്ഞു കൊടുക്കുന്നത്, മുഹമ്മദ് എന്ന് പേരുള്ള ഒരുത്തൻ, നിന്നെ പോലുള്ള നല്ല മക്കളെ വഴിതെറ്റിക്കുന്ന ഒരുത്തൻ അവന്റെ അടുത്ത് അവന്റെ പിടിയിൽ പെട്ടുപോകരുതെന്ന് ഉപദേശിക്കുമ്പോൾ ഞാനാണ് ആ മുഹമ്മദ് എന്ന് വിനയപൂർവ്വം പ്രതിവചിച്ചുകൊണ്ട് ആ തെരുവിലൂടെ നടന്നു പോകുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്യുജ്വലമായ മാതൃകയെ സമൂഹത്തിന്റെ മുമ്പിൽ പുനഃപ്രതിഷ്ഠിക്കുക എന്ന ബാധ്യത. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു. നിങ്ങൾ മനുഷ്യർക്ക് സാക്ഷികളാകുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് സാക്ഷിയാകുവാനും. ഇതാണ് ഈ സമൂഹത്തിന്റെ ആദർശ ദൗത്യത്തിന്റെ പ്രത്യേകതയും പ്രകൃതവും. ഇത് സാധ്യമാകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയോടൊപ്പം സമൂഹത്തോടൊപ്പം കൂട്ടിനുണ്ടാവണം. ഞാൻ അല്ലാഹുവിന്റെ ആളാണ്, അല്ലാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൂട്ടിനുണ്ടാവണം. അല്ലാഹു അവന്റെ കൂട്ടിനുണ്ടാകണമെങ്കിൽ അല്ലാഹുവെ കുറിച്ച ഓർമ്മ ഇവനുണ്ടാവണം. എന്റെ ദൈവം, എന്റെ തമ്പുരാൻ എന്നോടൊപ്പമുണ്ട് എന്നൊരു ബോധ്യം. അല്ലാഹു മനുഷ്യന്റെ കണ്ടനാടിയെക്കാളും അവനോട് അടുത്തവനെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ കഴിയണമല്ലോ. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ടനാടിയെക്കാളും സമീപസ്ഥനാണ് ഞാൻ എന്ന് അല്ലാഹു മനുഷ്യന്റെ അടുത്ത്. മനുഷ്യന്റെ കണ്ടനാടിയെക്കാളും അല്ലാഹു സമീപസ്ഥനാകുമ്പോൾ ഇത്രമേൽ സമീപസ്ഥനായ അല്ലാഹുവിനെ എനിക്ക് അനുഭവിക്കാൻ കഴിയണം. ഞാൻ എന്റെ കൈ നീട്ടുമ്പോൾ, ഞാൻ എന്റെ കച്ചവട സ്ഥാപനത്തിൽ ഇരുന്ന് എന്റെ ഉൽപ്പന്നം അന്യന്റെ കയ്യിലേക്ക് അവന്റെ പണം വാങ്ങി വിൽക്കുവാൻ പോകുമ്പോൾ അല്ലാഹുവിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുമോ? കച്ചവടത്തിലെ നീതി, കച്ചവടത്തിലെ ന്യായം ഇസ്ലാമിക സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ എന്റെ ഉൽപ്പന്നം ഞാൻ അവനിലേക്ക് തൂക്കിക്കൊടുക്കുമ്പോൾ ഫവൈലുൽ ലിൽ മുതഫ്ഫിഫീന അല്ലദീന ഇദാ ഖാലൂ അലന്നാസി യസ്തൗഫൂൻ വഇദാ ഖാലൂഹും വസനൂഹും യുഖ്സിറൂൻ.
അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. അങ്ങോട്ട് കൊടുക്കുമ്പോൾ കൃത്രിമം കാണിക്കുകയും ഇങ്ങോട്ട് വാങ്ങുമ്പോൾ കൃത്യമായി വാങ്ങുകയും ചെയ്യുന്നവന് നാശമെന്ന് പറഞ്ഞുകേട്ട, ഓതിക്കേട്ട, വിശുദ്ധ ഖുർആനിനെ പ്രമാണമായി അംഗീകരിച്ച മുസ്ലിമിന്റെ കച്ചവട സ്ഥാപനത്തിൽ നിന്ന് സാധനം ഇങ്ങനെ അളന്നു കൊടുക്കുമ്പോൾ അതിലേക്ക് അല്ലാഹുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാൻ വിലക്കിയ തെറ്റിന്റെ വഴികളിലെ കച്ചവടത്തിലൂടെ ഞാൻ 5 നയാ പൈസയും ഉണ്ടാക്കുകയില്ല എന്നൊരു ബോധ്യം അല്ലാഹു വിലക്കി, അതുകൊണ്ട് ഞാൻ പൂഴ്ത്തിവെക്കില്ല. അല്ലാഹു വിലക്കി, അതുകൊണ്ട് ഞാൻ കരിഞ്ചന്ത കാണിക്കില്ല. അല്ലാഹു വിലക്കി, അതുകൊണ്ട് ഞാൻ പലിശ വാങ്ങില്ല. അല്ലാഹു വിലക്കി, അതുകൊണ്ടൊരു ലോട്ടറി എടുപ്പുകാരന്റെയും ചൂതാട്ടക്കാരന്റെയും മുമ്പിലെ ക്യൂവിൽ ഞാൻ ഉണ്ടാവുകയില്ല എന്ന ഒരു മുസ്ലിമിന്റെ ബോധ്യത്തെയാണ്, അല്ലാഹുവിന്റെ സാമീപ്യത്തെ അവൻ അനുഭവവേദ്യമാക്കുവാൻ കഴിയുക. ഞാൻ എന്റെ വേലിക്കെട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്റെ വീട്ടിലെ മാലിന്യം ഒരു കിറ്റിലാക്കി അത് ചുരുട്ടിക്കൂട്ടിയെടുത്ത് അയൽപക്കക്കാരന്റെ പറമ്പിലേക്ക് എറിയാൻ പോകുന്ന ഘട്ടത്തിൽ അല്ലാഹുവിനെ അനുഭവിക്കാൻ മുസ്ലിമിന് സാധിക്കുമോ? എന്റെ മാലിന്യം സംസ്കരിക്കേണ്ടത് എന്റെ ബാധ്യതയാണെന്നും അതെന്റെ അയൽപക്കക്കാരന്റെ തൊടിയിലേക്ക് അവന് ശല്യമായി, അവൻ ഉപദ്രവമായി ചെന്ന് വീഴാൻ പറ്റുകയുമില്ല എന്ന് പറയുന്ന സാമാന്യ ബോധം ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്നറിയുമ്പോൾ എന്റെ അയൽപക്കക്കാരന്റെ വേലിപ്പത്തലിന്റെ അപ്പുറത്ത് ഞാൻ അവന്റെ അതിരിലേക്ക് കയറ്റിവെക്കുന്ന ഒരു കുറ്റി കയറ്റിവെക്കാൻ പോകുമ്പോൾ അതെന്റെ വിശ്വാസത്തിന്റെ വിരുദ്ധമാണെന്ന് അല്ലാഹു കൂട്ടിനുണ്ടാവില്ല എന്ന ഒരു ബോധ്യമുണ്ടല്ലോ. എന്റെ മുമ്പിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ഒരു സ്ത്രീ, ഒരാളുമില്ലാത്ത സമയത്ത് എനിക്ക് ലൈംഗികാരാജകത്വത്തിന്റെ വഴി തുറന്നു കിട്ടുമ്പോൾ, എന്റെ കാമത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി വഴി കിട്ടുമ്പോൾ അവിഹിതമായ മാർഗം മണ്ണിൽ ആരും കണ്ടിട്ടില്ല. പക്ഷേ എന്റെ കാമത്തിന്റെ ഉത്തേജിപ്പിക്കപ്പെട്ട കാമത്തിന്റെ പൂർത്തീകരണത്തിന്റെ മുമ്പിൽ അല്ലാഹു ഉണ്ട്, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന വികാരത്തോടുകൂടി തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന, അല്ലാഹുവിനെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ബോധ്യമുണ്ടല്ലോ. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്റെ വൃദ്ധയായ മാതാവ് വീടിന്റെ കോലായിന്മേൽ അവരിയ്ക്കുന്നുണ്ട്. മുടി നരച്ച, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ, ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു പോയ എന്റെ വൃദ്ധയായ മാതാവ്, ഞാൻ എന്റെ തിരക്കുകൾക്കിടയിൽ ഓടിക്കയറി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ കേൾക്കാത്ത കാതും അവരുടെ കാണാത്ത കണ്ണും അവരുടെ ഉറക്കാത്ത കാലും എന്നിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു കഴിയുമ്പോൾ ആ ഉമ്മയുടെ മുഖത്തു നോക്കി, ആ അമ്മയുടെ മുഖത്തു നോക്കി തള്ളെ എവിടെയെങ്കിലും പോയി കിടക്കൂ എന്ന് പറയാൻ ഉമ്മയെ കാണുമ്പോൾ അല്ലാഹുവിനെ അനുഭവിക്കാൻ കഴിയുമോ? എന്റെ ഉമ്മയുണ്ടല്ലോ, അവരുടെ കാലിന്റെ കീഴിലാണ് എന്റെ സ്വർഗമെന്നും അവരുടെ വസ്ത്രത്തിന്റെ കോന്തലയിൽ ചേർന്ന് പിടിച്ച് സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ അൻപിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്കുമേൽ ഞാൻ വിരിച്ചു കൊടുക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ആനുകൂല്യം എന്നിലേക്ക്, അല്ലാഹുവിന്റെ കടാക്ഷം ഉണ്ടാവുന്നത് എന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കളെ കാണുമ്പോൾ, മക്കളെ സമീപിക്കുമ്പോൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിനിടയിൽ, അയൽപക്ക ബന്ധങ്ങളിൽ, തെരുവുകളിൽ എന്റെ കൂട്ടുകാരനൊത്ത് തെരുവിൽ ഞാൻ ഇരിക്കുമ്പോൾ, എന്റെ വഴിയിടങ്ങളിലും എന്റെ തൊഴിലിടങ്ങളിലും എനിക്ക് അല്ലാഹുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുമോ? അങ്ങനെ അല്ലാഹുവിന്റെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ ആരാധനകളുടെ ലക്ഷ്യം എന്തിനെ നമസ്കരിക്കുന്നു? സുബഹും മുതൽ ഇശാ വരെ 5 വഖത്ത് നമസ്കാരം. എന്തിനെ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുന്നു? എന്തിനെ കയ്യിൽ കിടന്ന കാശെടുത്ത് സക്കാത്ത് കൊടുക്കുന്നു? എന്തിനെ മക്കയിലേക്ക്, കഅബ ശരീഫിലേക്ക് ഹജ്ജിന് പോകുന്നു? ആരാധനകളുടെ ലക്ഷ്യം എന്തിന്? നമസ്കാരത്തിന്റെ പുണ്യം, നോമ്പിന്റെ പുണ്യം, സക്കാത്തിന്റെ പുണ്യം, ഹജ്ജിന്റെ പുണ്യം. നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ശിഷ്ട ജീവിതത്തിന്റെ മേഖലകളിൽ അല്ലാഹുവിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ അത്യുദാരനായ തമ്പുരാൻ അതിന് തന്നിരിക്കുന്ന ചില രീതികളാണ്, വഴികളാണ് ഇസ്ലാമിലെ ആരാധനകൾ. നമസ്കാരം അതിനാണ്. നമസ്കരിക്കാൻ വേണ്ടി നമസ്കാരം ഇസ്ലാമിലില്ല. നമസ്കരിക്കാൻ വേണ്ടി നമസ്കാരം ഇസ്ലാമിലില്ല. നോമ്പ് ഓരോ ആണ്ടുതോറും മുസ്ലിം സമൂഹം പകല് പട്ടിണി കിടന്ന്, ചില ആളുകൾ പറയാറുള്ളത് പോലെ അതിനും കൂടി രാത്രി ഭക്ഷിച്ച്, അങ്ങനെ ഒരു തരത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടി ഒരു മാസക്കാലം നോമ്പനുഷ്ഠിച്ച് അങ്ങനെ കടന്നു പോകും.
ആണ്ടോടാണ്ട് ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ആണ്ട് വാർഷികത്തിന്റെ ഒരു നോമ്പും ഇസ്ലാമിലില്ല. കേവലമായൊരു മതചടങ്ങ്, കേവലമായൊരു നോമ്പനുഷ്ഠാനം. കയ്യിലിരിക്കുന്ന പണം അതിന്റെ സക്കാത്തിന്റെ വഴി, ഹജ്ജിന്റെ പോക്ക്, ഇതിന്റെ എല്ലാം ഈ ആരാധനകൾ യഥാർത്ഥത്തിൽ ഇത് ഒരു ഊർജ സ്രോതസ്സാണ്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനം എന്റെ ജീവിതമാണ്, ഈ മണ്ണിലെ ജീവിതമാണ്. ഈ മണ്ണിലെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സാമീപ്യം എന്റെ ജീവിത സ്ഥലികളിൽ അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണം ആരാധനാകർമ്മങ്ങൾ. അതുകൊണ്ടാണല്ലോ അഖിമിസ് സ്വലാത്ത ലിദിക്രി, നമസ്കാരം നിങ്ങൾ നിലനിർത്തണം. എന്തിനാ നമസ്കാരം നിലനിർത്തുന്നത്? വിശുദ്ധ ഖുർആൻ ലിദിക്രി, അള്ളാഹുവിന്റെ ഓർമ്മയുണ്ടാകണം. പള്ളിയിൽ ചെന്ന് നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ അള്ളാഹുവിനെ ഓർത്താൽ പോരാ. പള്ളിയിൽ നിന്ന് സുബഹ് നമസ്കാരവും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന മനുഷ്യൻ, പുറത്തേക്ക് ഇറങ്ങി വന്ന് തന്റെ കട തുറക്കുന്ന മനുഷ്യൻ, ആ കട തുറന്ന് അവന്റെ കട തുറന്ന് കച്ചവടം ചെയ്യാൻ ആരംഭിക്കുമ്പോഴാണ് അഖിമിസ് സ്വലാത്ത ലിദിക്രി, സുബഹ് നമസ്കാരത്തിന്റെ പുണ്യം അവന്റെ ഇടപാടുകളിൽ, ആളുകളുമായിട്ടുള്ള സമീപനങ്ങളിൽ, ജീവിത നിലപാടുകളിൽ, ബന്ധങ്ങളിൽ കാണുവാൻ സാധിക്കണം. അള്ളാഹുവിനെ കുറിച്ച് സ്മരണ ഉണ്ടാവണം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. പച്ചയായും നമ്മൾ അറിയുക, നിശ്ചയമായും നമസ്കാരം എന്നത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും, എല്ലാ തിന്മകളിൽ നിന്നും, വൃത്തികേടുകളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന പരിച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ? സഹോദരങ്ങളെ, തെളിനീരൊഴുകുന്ന ഒരാറ്, ആ തെളിനീരൊഴുകുന്ന ഒരാറിന്റെ കരയിൽ താമസിക്കുന്ന ഒരാള്, ഈ മനുഷ്യൻ ഇങ്ങനെ ദിവസത്തിന് പല പ്രാവശ്യം ഇറങ്ങി ഈ ശുഭ്രസമാനമായ സ്ഫടിക സമാനമായ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നു, ശരീരം വൃത്തിയാക്കുന്നു. ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ മാലിന്യങ്ങൾ എന്തെങ്കിലും അവശേഷിക്കുമോ? അതുപോലെയാണ് നമസ്കാരം. ഒരു ദിവസത്തിലെ 5 പ്രാവശ്യത്തെ നമസ്കാരം. മനുഷ്യൻ ആ നമസ്കാരം നിർവഹിക്കുന്നതോടുകൂടി അതിലിങ്ങനെ അത് ജീവിതത്തിന്റെ ചര്യയാകുന്നതോടുകൂടി അവൻ അനുഭവിക്കാൻ കഴിയണം. അവന്റെ ഹൃദയത്തെ, അവന്റെ ബുദ്ധിയെ, അവന്റെ ശരീരത്തെ, അവന്റെ ഭക്ഷണത്തെ, അവന്റെ നാവിനെ, അവന്റെ കരചരണങ്ങളെ വൃത്തികേടുകളിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് മാറ്റി നിർത്തി ശുദ്ധീകരിക്കാൻ സാധിക്കണം നമസ്കാരത്തെ കൊണ്ട്. അങ്ങനെ സാധിച്ചില്ല എങ്കിൽ സഹോദരങ്ങളെ, എന്റെ ലോട്ടറി എടുപ്പ് ശീലം നിർത്താൻ എന്റെ നമസ്കാരം സഹായിച്ചില്ലെങ്കിൽ, എന്റെ പലിശ വാങ്ങുന്ന ശീലം നിർത്താൻ എന്റെ നമസ്കാരം സഹായിച്ചില്ലെങ്കിൽ, എന്റെ അയൽവാസികളോടുള്ള ബന്ധത്തെ നന്നാക്കാൻ എന്റെ നമസ്കാരം സഹായിച്ചില്ലെങ്കിൽ, എന്റെ കച്ചവടത്തിന് നീതിയുടെ ത്രാസുകൾ സ്ഥാപിക്കാൻ എന്റെ കച്ചവടം സഹായിച്ചില്ലെങ്കിൽ, എന്റെ തൊഴിലിടത്ത് കൈക്കൂലിയുടെ അധമവൃത്തികളുടെ വൃത്തികേടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ ആരാധന സഹായിച്ചില്ലെങ്കിൽ, പിന്നെ ആ നമസ്കാരം കൊണ്ടുള്ള പ്രയോജനം എന്താണ്? അള്ളാഹു കൂട്ടിനില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഓർമ്മ കൂടെ വരുന്നില്ലെങ്കിൽ ആ നമസ്കാരം കൊണ്ടുള്ള പ്രയോജനം എന്താണ്? റമളാൻ എന്നതും ഇതു തന്നെയാണ്. ഒരു മാസക്കാലം മനുഷ്യന്റെ ദുനിയാവിനോടുള്ള മോഹങ്ങളെ, ആസക്തികളെ, ആഗ്രഹങ്ങളെ നിരന്തരമായി ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് ഒരു മനുഷ്യനെ, അവന്റെ വ്യക്തിത്വത്തെ അള്ളാഹുവിന്റെ സാക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഈ വ്യക്തിത്വത്തെ നന്നാക്കിയെടുക്കാനുള്ള തുടർച്ചയായ കഠിനമായ ഒരു പരിശീലനത്തിന്റെ പേരാണ് നോമ്പ് എന്ന് പറയുന്നത്. ചിട്ടവട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. നോമ്പിന്റെ ശരീരം പകൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ്. നോമ്പിന്റെ ശരീരം അതിനോടനുബന്ധിച്ച് രാത്രിയിൽ ദീർഘനേരം നിന്ന് നമസ്കരിക്കുക എന്നതാണ്. നോമ്പിനൊരാത്മാവുണ്ട്. നോമ്പിന്റെ ആത്മാവ് എന്നത് സഹോദരങ്ങളെ, എന്റെ നോമ്പ് മാസം കഴിഞ്ഞുള്ള ജീവിതങ്ങളിൽ പുറകോട്ടൊന്ന് നമ്മൾ കണ്ണോടിച്ചു നോക്കണം. 11 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അന്നും ഇതൊക്കെ കേട്ടു. ആ റമളാനിന് നാം നോമ്പ് അനുഷ്ഠിച്ചു, നാം സദഖ ചെയ്തു, നാം നമസ്കരിച്ചു. ശവ്വാൽ 1 പെരുന്നാൾ ആഘോഷിച്ചു. ശവ്വാൽ 1-ാം തീയതി മുതൽ ഈ ശഅബാൻ 30 വരെയുള്ള ദിവസങ്ങളെ, ദിനരാത്രങ്ങളെ ഒന്ന് പരിശോധിക്കണം. എന്റെ റമളാൻ എനിക്ക് കൂട്ടിനുണ്ടായിരുന്നോ? എന്റെ നോമ്പ് എനിക്ക് കൂട്ടിനുണ്ടായിരുന്നോ? എന്തായിരുന്നു വന്നത്?
ഏറ്റവും പ്രധാനമായിട്ട് എന്റെ മുഴുവൻ അവയവങ്ങളെയും എന്റെ മുഴുവൻ ശരീരത്തിനും അവയവങ്ങൾക്കും നോമ്പ് കടന്നു വന്നല്ലോ. ആ നോമ്പിന്റെ പുണ്യം എവിടെയെങ്കിലും കണ്ടോ? എന്തിനാണ് റമദാൻ കടന്നു വന്നത്? ഒന്ന്, എന്റെ നാവ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യരിൽ അധികവും നരകത്തിന്റെ വിറകുകളാകുവാൻ പോകുന്നതിന്റെ കാരണം അവന്റെ നാവ് കൊണ്ടാണ്. വേറൊരു അവയവത്തെ കുറിച്ചും പറഞ്ഞു, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. എന്തിനാ നോമ്പ് കടന്നു വന്നത്? നമ്മുടെ ഒരു ആഗ്രഹമുണ്ടല്ലോ, അള്ളാഹുവിന്റെ റൂഹിൽ നിന്ന് ആത്മാവ് സ്വീകരിച്ചവൻ മനുഷ്യൻ. അള്ളാഹുവിന്റെ വർണ്ണത്തിൽ നിന്ന് വർണ്ണം സ്വീകരിച്ചവൻ മനുഷ്യൻ. അള്ളാഹുവിന്റെ മണ്ണിലെ പ്രതിപുരുഷൻ മനുഷ്യൻ. അള്ളാഹുവിനൊരു ആഗ്രഹമുണ്ട്, അള്ളാഹുവിനൊരു കൊതിയുണ്ട്. മനുഷ്യനെ കുറിച്ച കൊതി എന്താണെന്നറിയുമോ? ആ സ്വർഗത്തിൽ നിന്ന് മണ്ണിലേക്ക് പറഞ്ഞു വിട്ട ഈ മനുഷ്യൻ, ഇവനെ മണ്ണിന്റെ മനീമസകതിൽ നിന്നെല്ലാം കഴുകി വൃത്തിയാക്കിക്കൊണ്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന തുർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. അല്ലാഹുവിന്റെ ആഗ്രഹം എന്താണെന്നോ? അല്ലാഹു അവന്റെ മലക്കുകളെ പറഞ്ഞേക്കും, ഒരു മനുഷ്യൻ ദുനിയാവിലെ ഭൂമിയിലെ ജീവിതത്തോട് വിട പറഞ്ഞിട്ട് ശരീരത്തിന്റെ വാരിയല്ലിന്റെ കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് പൊട്ടി പുറത്തു ചാടാൻ നിൽക്കുന്ന സമയത്ത് അവന്റെ അടുത്തു ചെന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ വിളിക്കും, അല്ലയോ നഫ്സേ, യാ അയ്യത്തുഹൻ നഫ്സു തുമാ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തചിത്തനായ ശരീരമേ, ശാന്തചിത്തനായ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഈ ദേഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദേഹിയൊന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരിക. പോകണ്ടേ? ആകാശലോകങ്ങളിൽ നിന്റെ സൃഷ്ടാവ് അത്യധികം ആഹ്ലാദത്തോടുകൂടി നിന്നെ സ്വീകരിക്കാൻ, നിന്നെ എതിരേൽക്കുവാൻ, നിന്നെ സ്വർഗീയ തുകിലാടകൾ കൊണ്ട് പൊതിയുവാൻ, നിന്റെ പേര് ആകാശലോകങ്ങളിൽ അഖിലവും നിന്റെ പേരിങ്ങനെ വിളംബരം ചെയ്യാൻ, നിന്നെ കുറിച്ചോർത്ത് അള്ളാഹുവിന് മേലി പറയാൻ, എന്നിട്ട് അള്ളാഹുവിന്റെ രാജസിംഹാസനത്തിന്റെ അടുത്ത് സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നിനക്കൊരിപ്പിടവും ഉണ്ടാക്കി നിന്നെ അതിൽ കൊണ്ട് ചെന്ന് ലോകം മുഴുവൻ സുഖ സൗകര്യങ്ങളിലും മതിമറന്നാറാടുവാൻ പറ്റുന്ന രീതിയിൽ നിന്നെ അള്ളാഹുവിന്റെ തൃപ്തിയുടെ കടാക്ഷത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുവാൻ വരണം. നമ്മുടെ ആഗ്രഹം എന്താ സഹോദരങ്ങളെ? മരണം വന്ന് മുട്ടി വിളിക്കും. മരണം വന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമുണ്ട്. നമ്മുടെ നെഞ്ചിൻ കൂടിൽ തുടിക്കുന്ന ഈ ജീവചൈതന്യമുണ്ടല്ലോ, നമ്മുടെ ആത്മാവ്, നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ സോൾ, നമ്മുടെ റൂഹ്, അതിന്റെ ഒരു യാത്രയുണ്ടല്ലോ. നമ്മുടെ ഒരാഗ്രഹം നിറഞ്ഞ മനസ്സോടെ മലക്കിങ്ങനെ വന്ന് വിളിക്കുമ്പോൾ മറ്റാർക്കും ആസ്വദിക്കാൻ കഴിയാത്ത സ്വർഗീയ സൗരഭ്യം ആസ്വദിച്ചുകൊണ്ട് പൈപ്പിൽ നിന്ന് വെള്ളം പുറത്തു ചാടുന്നത് പോലെ തള്ളി ആത്മാവ് പുറത്തേക്ക് വന്ന് മലക്കുകളുടെ അകമ്പടിയോടെ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്കുള്ള റൂഹിന്റെ ജീവിതത്തിന്റെ ഒരു യാത്ര. ഇതല്ലേ സ്വപ്നം? ഈ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ വഴിയുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ഈശ്വരനെ, ദൈവത്തെ, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു, എന്നെ അള്ളാഹുവും തൃപ്തിപ്പെടുകയും തൃപ്തി സ്വീകരിക്കുകയും ചെയ്തൊരവസ്ഥ. ഈ അവസ്ഥയിലേക്ക് വരണം. ഇതെങ്ങനെ വരും? അതിനാണ് നോമ്പ് തന്നത്. കഴുകി ശുദ്ധീകരിക്കണം. പ്രാർത്ഥിക്കുമല്ലോ, ഒരു മനുഷ്യനെ കൊണ്ട് ചെന്ന് ഖബറിടത്തിലേക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുമല്ലോ. ഖബറിടത്തിലേക്ക് വെക്കാൻ പോകുമ്പോൾ കൈകെട്ടി നിന്ന് നമസ്കാരത്തിന്റെ ഇടയിൽ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു തുടങ്ങിയിട്ട് വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദ് വനഖിഹി മിനൽ ഖതായ കമാ യുനഖ സൗബുൽ അബിയദു മിനദ് ദനസ്. അല്ലാഹുവേ, ഇവന്റെ ആത്മാവിനെ കഴുകി വെടിപ്പാക്കണം. മണ്ണിന്റെ മുഴുവൻ മാലിന്യങ്ങളിൽ നിന്നും കഴുകി വെടിപ്പാക്കണം. മഞ്ഞുവെള്ളം കൊണ്ട്, ഏറ്റവും നല്ല വെള്ളം കൊണ്ട് ഇവനെ കഴുകി ശുദ്ധിയാക്കണം. കമാ യുനഖ സൗബുൽ അബിയദ, ഏറ്റവും ശുഭ്രമായ വസ്ത്രത്തിൽ, വെള്ള വസ്ത്രത്തിലെ പൊട്ടുകളെ, കറുത്ത പൊട്ടുകളെ കഴുകി തുടച്ച് വൃത്തിയാക്കി നല്ല വെള്ള വസ്ത്രമായിട്ട് കഴുകിയെടുക്കുന്നത് പോലെ ഈ ആത്മാവിനെ ശുദ്ധീകരിച്ച്, ഇവനെ ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് വെക്കാൻ പറ്റുന്ന പരുവത്തിലേക്കാക്കി മാറ്റിക്കൊടുക്കണമല്ലോ. ഇതൊരു പ്രാർത്ഥനയല്ലേ? ഇതൊരു ആത്മാവിന്റെ കൊതിയല്ലേ? ഇത് നമ്മളുടെ ജീവിതത്തിന്റെ യാത്രയിലെ നമ്മളുടെ അടങ്ങാത്ത ആഗ്രഹമല്ലേ? ഈ ഒരാഗ്രഹത്തിന്റെ സാക്ഷാത്കാരം, അതിന് നമ്മുടെ ശരീരം വഴങ്ങണ്ടേ, നമ്മുടെ ആത്മാവ് വഴങ്ങണ്ടേ? ആ വഴക്കത്തെയാണ് റമദാൻ സ്വാഗതം ചെയ്യുന്നത്. നമ്മളുടെ നാവ്, ഒന്നാമത്തെ അവയവം നാവ്. എന്തേ നാവിന്റെ പുണ്യം? കണ്ണാടിയിൽ ചെന്നിട്ടൊന്ന് നാവ് നീട്ടി നോക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ റമദാൻ മാസത്തിന് ശേഷം
ഈ ശഅബാനിൽ എത്തിക്കഴിയുമ്പോ നമ്മളുടെ നാവിലേക്കൊന്ന് കണ്ണാടിയിൽ ചെന്നൊന്ന് നാവൊന്ന് നീട്ടി നോക്കണം. എന്നിട്ട് നിന്നിട്ടൊന്ന് ആലോചിക്കണം, എന്റെ നാവ്, ഈ നാവ് ഞാൻ എന്ത് ചെയ്തു? وَمَنْ لَمْ يَدَعْ قَوْلَ الزُّورِ وَالْعَمَلَ بِهِ فَلَيْسَ لِلَّهِ حَاجَةٌ فِي أَنْ يَدَعَ طَعَامَهُ وَشَرَابَهُ. റമളാനെ കുറിച്ച് കേട്ട വഴികളിലൊക്കെയും കേട്ടു പതിഞ്ഞതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനം. وَمَنْ لَمْ يَدَعْ قَوْلَ الزُّورِ, നാവിന്റെ പെരുമാറ്റം, നാവിന്റെ വായാടിത്തം, നാവിന്റെ ഭാഷണങ്ങൾ, എന്റെ നാവിൽ നിന്ന് ഈ സമൂഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞതെന്ത്? ഞാനൊരു പണ്ഡിതനാണ്, എന്റെ നാവിന്റെ മൂർച്ച ഈ സമൂഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞത് എന്താണെന്നൊരു പണ്ഡിതൻ, അങ്ങനെ ഒരു പണ്ഡിതൻ ആലോചിക്കുമോ? ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, എന്റെ നാവ് കൊണ്ട് എന്റെ സമൂഹം എങ്ങനെ അറിഞ്ഞു? ഞാനൊരു ഭർത്താവാണ്, എന്റെ നാവിനെ എന്റെ ഭാര്യയെ എങ്ങനെ അറിഞ്ഞു? ഞാനൊരു ഭാര്യയാണ്, എന്റെ നാവെന്റെ അമ്മായി അമ്മ എങ്ങനെ അറിഞ്ഞു? ഞാനൊരു ഉമ്മയാണ്, എന്റെ നാവെന്റെ മരുമകൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടു? ഞാനൊരു അയൽവാസിയാണ്, എന്റെ നാവെന്റെ അയൽവാസിക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു? ഞാനൊരു പൊതുപ്രവർത്തകനാണ്, എന്റെ നാവ് എന്റെ സമൂഹത്തിൽ നിർവഹിച്ച ദൗത്യം എന്താണ്? വളരെ ശാന്തമായി മനസ്സാക്ഷിയോടുകൂടി ഒന്ന് ആലോചിച്ചു നോക്കണം, എന്നിട്ടൊരു തീരുമാനത്തിലെത്തണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വമൻ ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി. നാവ് നന്നായില്ലെങ്കിൽ നോമ്പ് കൊണ്ടൊരു പുണ്യവുമില്ല സഹോദരങ്ങളെ. നിങ്ങളുടെ ഗീബത്ത്, നമീമത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിന് തൊട്ട് മുമ്പാണ് ആകാശത്തേക്ക് അല്ലാഹുവിന്റെ മലക്കിന്റെ ഒപ്പം യാത്രയായത്. ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും സന്ദർഭം കടന്നു ചെന്നിട്ട് നരകത്തെ, സ്വർഗത്തെ, വാനലോകത്തെ അത്ഭുത ദൃശ്യങ്ങളെ കണ്ടുകൊണ്ട് നടക്കുന്ന ഘട്ടത്തിൽ അവിടുന്ന് ചോരയറഞ്ഞു പോയ, വെപ്രാളപ്പെട്ടു പോയ, ഭയന്ന് ജിബ്രീലിന്റെ അടുത്തേക്ക് ചെന്നുപോയ ഒരു സന്ദർഭം കണ്ടില്ലേ? വലിയ വലിയ നഖങ്ങൾ കൊണ്ട് ശരീരം ഇങ്ങനെ മാന്തിക്കീറി പൊളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. എന്തേ ഇവർ ചെയ്തത്? ഇവർക്ക് എന്തു പറ്റിപ്പോയി? ഇമ്മാതിരി അഴുകിയ ജീവിതം, ഇമ്മാതിരി നിന്യത, സ്വന്തം ശരീരത്തെ, അന്യന്റെ ശരീരത്തെ കീറി മുറിക്കുക, അവന്റെ രക്തം കുടിക്കുക, ഇതെന്തൊരു ഗതികേടാണ്? ഇതെന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നത്, വേറെ ഒരു കുഴപ്പവുമില്ല. ഒരു പക്ഷേ ഇവർ ആരാധനകൾ നിർവഹിച്ചിരിക്കാം, ഇവർ നമസ്കരിച്ചിരിക്കാം, ഇവർ നോമ്പനുഷ്ഠിച്ചിരിക്കാം, പക്ഷെ ഇവരുടെ നാവുണ്ടല്ലോ, ഇവരുടെ നാവ് അയൽവാസിക്ക് ശല്യം, പരദൂഷണങ്ങൾ, ഏഷണികൾ ഉള്ളതല്ലേ പറഞ്ഞുള്ളൂ. ഊഹാപോഹങ്ങളെ പ്രചരിപ്പിച്ചവർ, സംഘടനാഭേദത്തിന് വേണ്ടി പൂളിച്ച തെറികൾ സ്റ്റേജ് കെട്ടി പരസ്പരം വാരി വിളമ്പിയ ആളുകൾ, ഇങ്ങനെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അന്യനെ തേജോവധം ചെയ്തവർ, സഹോദരങ്ങളുടെ പച്ചമാംസം, എത്ര കൃത്യമാണ് അല്ലാഹുവിന്റെ രൂക്ഷമായ ചോദ്യം. നിങ്ങൾ ഇഷ്ടപ്പെടുമോ നിങ്ങളുടെ സഹോദരങ്ങളുടെ പച്ചമാംസം, അവന്റെ പച്ചമാംസം തിന്നുവാൻ, അവന്റെ ശവം തിന്നുവാൻ? ശവന്തീനികളായ നാവൊന്ന് നീട്ടി കണ്ണാടിയിലൊന്ന് നോക്കണം, എന്നിട്ട് ആ നാവിലേക്കൊന്ന് രൂക്ഷമായി സൂക്ഷിച്ചൊന്ന് നോക്കണം. നമ്മുടെ നാവിൽ പുഴുക്കൾ ഇരമ്പുന്നുണ്ടോ? നാളെ അല്ലാഹുവിന്റെ നരകത്തിലിട്ട് കത്തിക്കാളുന്നൊരു നാവായിട്ട് മാറുമോ? റമളാൻ വന്നത് നമ്മളുടെ നാവിൽ ഒരു പടിയെടുക്കണം. എന്റെ നാവ് വഖൂലു ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും. നാവ് അത് നല്ലത് പറയാനുള്ളതാണ്, അത് നീതിയുടെ കാവലാണ്, അത് നന്മയ്ക്ക് പറയാനുള്ളതാണ്. പക്ഷപാതിത്വത്തിന് വേണ്ടി, അനീതിക്ക് വേണ്ടി, കള്ളസാക്ഷ്യത്തിന് വേണ്ടി, കളവിന് വേണ്ടി, വായാടിത്തത്തിന് വേണ്ടി, സമൂഹത്തെ ദുഷിപ്പിക്കാൻ വേണ്ടി എന്റെ നാവ് ഞാൻ ചുഴറ്റില്ല എന്നൊരു ബോധ്യം ഒരു വിശ്വാസിയുടെ ഉള്ളിലുണ്ടാകണം. വമൻ ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ഒരു മനുഷ്യൻ അവന്റെ നാവ് നന്നാക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ, അവന്റെ നാവ് കൊണ്ടുള്ള നല്ല മോശം വർത്തമാനങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ, അല്ലാഹുവിന് വേണ്ടടാ ഫീ അൻ യദഅ തആമഹു
തആമഹു വശറാബഹു, നിന്റെ അന്നവർജിക്കല് വേണ്ട, നിന്റെ അന്നവർജനം വേണ്ട, നിന്റെ പാനീയ വർജനം വേണ്ട, നിന്റെ ഈ കാട്ടിക്കൂട്ടലുകളും വേണ്ട. വമൻ ലം യദഅ ഖൗല الزൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. വിശദീകരണം ഇനി കൂടുതൽ വേണ്ടാത്ത വിധം കാര്യം വ്യക്തമാണല്ലോ. നോമ്പ്, നാവിനൊരു നോമ്പുണ്ടാവണം, നാവിനൊരു നോമ്പ്. എന്റെ നാവ് എന്റെ സഹജീവികൾക്ക് മുമ്പിൽ ന്യായത്തിന്റെ, ധർമ്മത്തിന്റെ ഖുലൂ ഖൗലൻ സദീദൻ. നാവ് നന്നാകുമ്പോഴേ യുസ്ലഹു ലക്കും അഅമാലക്കും, കർമ്മം നന്നാവുകയുള്ളൂ എന്നൊരു ബോധ്യം. ഇതൊരു വിശ്വാസിയുടെ ദൃഢപ്രതിജ്ഞയാകുമ്പോഴാണ് അവന് റമദാനിനെ സ്വാഗതമോദാൻ കഴിയുക. അങ്ങനെ സ്വീകരിച്ചൊരു മനുഷ്യനാണല്ലോ, അങ്ങനെ സ്വീകരിച്ചൊരു മനുഷ്യനാണല്ലോ അള്ളാഹുവിന്റെ അടുത്ത് ചെന്നിട്ട് തഹിയ്യത്തുഹും ഫീഹാ സലാം, സ്വർഗത്തിൽ ഈ നാവുകൊണ്ട് തഹിയ്യത്തുഹും ഫീഹാ സലാം, ശാന്തിയുടെ മന്ത്രണങ്ങൾ ഉരുവിട്ടുകൊണ്ട് സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ വഖാലുൽ ഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുന്ന. അതുകൊണ്ട് റമളാനിന്റെ ദിനരാത്രങ്ങളിൽ നമ്മളുടെ നാവുകളിൽ തസ്ബീഹുകൾ നിറയണം, ദൈവസ്മരണകൾ നിറയണം. അത് അല്ലാഹുവിലേക്ക്, സഹജീവികളിലേക്ക് സ്നേഹത്തിന്റെ തേനൊഴുകുന്ന ഭക്ഷണമായി മാറണം. നമ്മളുടെ വർത്തമാനം കേട്ടാൽ നാവിന്റെ വാള് പോലത്തെ നാവ് കൊണ്ട് സഹജീവികളെ ആക്രമിക്കുന്ന ആ ശീലമുണ്ടല്ലോ, അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ, നാവ് നന്നായില്ലെങ്കിൽ പിന്നെ നോമ്പ് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നത് ഒന്നാമത്തെ പാഠം. രണ്ടാമത്, നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കും. അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണം, തൊഴിലെടുത്തുണ്ടാക്കിയത്, അത് കൊതിയോടെ നോക്കുമ്പോഴും അള്ളാഹു വിലക്കി, അതുകൊണ്ട് എനിക്കിത് വേണ്ട, അള്ളാഹു വിലക്കിയത് കൊണ്ട് ഞാൻ എന്റെ ഭക്ഷണം കഴിക്കൂല. ദാഹിച്ചു കൊള്ളട്ടെ, ദാഹിച്ചു പൊരിഞ്ഞുകൊള്ളട്ടെ, വിശപ്പിന്റെ രൂക്ഷത കൊണ്ട് വയറ് കത്തിക്കാളിക്കൊണ്ടിരിക്കട്ടെ, പക്ഷേ എനിക്ക് വേണ്ട. ഈ ഒരു ബോധ്യമുണ്ടല്ലോ, ഒന്ന് തിരിഞ്ഞു നോക്കണം. കഴിഞ്ഞ റമദാനിൽ ഇങ്ങനത്തെ ഒരു ബോധ്യം വിശ്വാസി സമൂഹം എടുത്തു, നമ്മൾ എടുത്തു. എന്നിട്ട് ഇന്ന് അതിനുശേഷം ശവ്വാലിലെ പെരുന്നാൾ ആഘോഷത്തിന് ശേഷം ഇന്നിപ്പോ തിരിഞ്ഞൊന്ന് പുറകോട്ട് നോക്കുമ്പോൾ എന്റെ ആമാശയത്തിൽ എന്തുണ്ട്, എന്റെ തൊണ്ടക്കുഴിക്ക് താഴേക്ക് നരകത്തിന്റെ തീരമ്പുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഒരാൾ ഒരു ഷർട്ട് വാങ്ങി 10 ദിർഹം വിലയുള്ള ഒരു ഷർട്ട്, അതിലൊരു ദിർഹം, 10 ദിർഹം വിലയുള്ള ഒരു ഷർട്ടിൽ ഒരു ദിർഹം അത് അന്യായമായ അവിഹിത മാർഗത്തിൽ സമ്പാദിച്ച കാശാണ്. പച്ചയ്ക്ക് പറയാം, എന്റെ കയ്യിൽ 100 രൂപയുണ്ട്, അതിലെ 10 രൂപ പലിശ കാശാണ്, 10 രൂപ പൂഴ്ത്തിവെച്ച് കിട്ടിയ കാശാണ്, 10 രൂപ കൈക്കൂലി കാശാണ്, 10 രൂപ ലോട്ടറി മുഖാന്തിരം കിട്ടിയ കാശാണ്, 10 രൂപ അവിഹിത സമ്പാദ്യത്തിലൂടെ ഉണ്ടായതാണ്. എങ്കിൽ അറിയണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരുത്തൻ ഒരു കുപ്പായം വാങ്ങി, അവൻ 10 ദിർഹമിന്റെ കുപ്പായം, അതിൽ 9 നല്ല കാശ്, 1 ദിർഹം അവിഹിത മാർഗത്തിലൂടെ സമ്പാദിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത്തഹു, അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല, മാദാമ അലൈഹി, ആ കുപ്പായം അവന്റെ ശരീരത്തിൽ കിടക്കുവോളം അവന്റെ നമസ്കാരത്തിനൊരു വിലയുമില്ല, അല്ലാഹുവിങ്കലേക്ക് എത്തുക. ഒരു മനുഷ്യൻ കണ്ടില്ലേ, മരുഭൂമിയുടെ വിജനതയിൽ, ആ മരുഭൂമിയുടെ വിജനതയിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യൻ, അല്ലാഹുവല്ലാതെ വേറൊരാളും സഹായിക്കാനില്ലാത്ത ഗതികേടിൽപ്പെട്ട ഒരു മനുഷ്യൻ, ആ മരുഭൂമിയുടെ വിജനതയിൽ ദീർഘയാത്ര ചെയ്ത് ശരീരം ഇങ്ങനെ, വസ്ത്രങ്ങൾ ഇങ്ങനെ ജീർണിച്ച്, തലമുടി ഇങ്ങനെ ജട പിടിച്ച്, നിസ്സഹായതയുടെ പരകോടിയിൽ നിന്ന് അവൻ ഇങ്ങനെ കൈയുയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലാഹുവോടെ, യാ റബ്ബി യാ റബ്ബി, തമ്പുരാനെ എന്റെ രക്ഷിതാവേ എന്ന് അവൻ ഇങ്ങനെ കൈയുയർത്തി മരുഭൂമിയുടെ വിജനതയിൽ നിന്ന് അല്ലാഹുവോട് താണു കേണ് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരങ്ങളെ, നമ്മുടെ ദുആ, നമ്മുടെ പ്രാർത്ഥന, അല്ലാഹുവോടുള്ള ആവലാതി കേൾക്കണമെങ്കിൽ ഒരു ഉപാധിയുണ്ട്. നമ്മളുടെ സമ്പാദ്യം, നമ്മളുടെ അന്നം, നമ്മളുടെ കാശ്, നമ്മളുടെ വസ്ത്രം, നമ്മളുടെ വാഹനം, നമ്മളുടെ വീട്, നമ്മളുടെ ഉടമസ്ഥതയിലുള്ള അധീനതയിലുള്ള സമ്പത്ത് അത് വെടിപ്പുള്ളതായിരിക്കണം. നാട്ടുകാരെ പറ്റിക്കാൻ പറ്റും, പക്ഷെ അല്ലാഹുവെ പറ്റിക്കാൻ പറ്റില്ല. ആ മരുഭൂമിയുടെ മധ്യത്തിൽ നിന്ന് കൈയുയർത്തി അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ,
അവന്റെ വസ്ത്രം ഹറാമാണ്, അവന്റെ വെള്ളം ഹറാമാണ്, അവൻ കുടിച്ചതും തിന്നതും ഹറാമാണ്. ഹറാം, അവൻ ഉണ്ടാക്കിയ കാശ്, ആ കാശ് കൊണ്ട് വാങ്ങിയ വസ്ത്രം, അവൻ തിന്ന ഭക്ഷണം, ഇതൊക്കെയും നിഷിദ്ധ മാർഗേണ സമ്പാദിച്ചതാണ്. ഹറാം, ഹറാമിന് മുങ്ങിത്താണാണ് ഇവന്റെ ജീവിതം. എങ്ങനെയാണോ പിന്നെ അവന്റെ ചോദ്യത്തിന് അല്ലാഹു മറുപടി കൊടുക്കുക? പച്ചയ്ക്ക് കാര്യം വ്യക്തമല്ലേ? പ്രാർത്ഥന തമ്പുരാൻ സ്വീകരിക്കില്ല. നമുക്കിങ്ങനെ നിർവൃതി കൊള്ളാം, ഞാൻ പാതിരാക്കിരുന്ന് അല്ലാ 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 എന്നിങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചെന്ന് നിർവൃതി കൊള്ളാം. പക്ഷേ നമ്മളുടെ പ്രാർത്ഥനാ വചസ്സുകൾ ആകാശത്തേക്ക് ഉയരണമെങ്കിൽ, അല്ലാഹുവിന്റെ സമക്ഷത്തേക്ക് ഉയരണമെങ്കിൽ, നമ്മളെ കുടിച്ച വെള്ളം പരിശുദ്ധമാവണം, നമ്മളെ കഴിച്ച ഭക്ഷണം പരിശുദ്ധമാവണം, ആമാശയം വെടിപ്പാകണം. ആമാശയം വെടിപ്പായില്ലെങ്കിലോ? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഭൃത്യൻ അദ്ദേഹത്തിന് ഒരു ദിവസം ഇത്തിരി ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു. വിശിഷ്ടമായ ഭക്ഷണം. സാധാരണ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭക്ഷണത്തെ കുറിച്ച് ഇത് എവിടെന്ന, ആരുടേതാണ്, എന്താണെന്ന് ചോദിക്കും. അന്ന് അദ്ദേഹം ചോദിച്ചില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭൃത്യൻ ചോദിച്ചത്, അല്ല താങ്കൾ എന്താണ് ഇന്ന് എന്നോട് ഇത് എവിടെന്നാണെന്ന് ചോദിക്കാനത്? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, എവിടെന്നാണ്? അപ്പോഴാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്, ഞാൻ പണ്ട് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ജ്യോത്സ്യത്തിന്റെ ചില പണികളൊക്കെ എനിക്കുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അത്തരം പണി എനിക്കില്ല. ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ മുമ്പ് അങ്ങനെ കണക്ക് നോക്കിയിരുന്ന, ഞാൻ അങ്ങനെ സ്ഥാനം നിർണയിച്ചു കൊടുത്തിരുന്ന ഒരു പ്രദേശത്തെത്തിയപ്പോൾ അവരുടെ വീട്ടിൽ ഒരു ആഘോഷം നടക്കുന്ന കണ്ടു. അപ്പോഴെനിക്ക് എന്നെ അവർ വിളിച്ചു, എനിക്കൊരു ഭക്ഷണം നൽകി. ആ ഭക്ഷണമാണ് താങ്കൾക്ക് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തത്. എന്താ പറഞ്ഞത്? അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നീ എന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സ്വന്തം വിരലുകൾ അണ്ണാക്കിലേക്ക് കയറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഭക്ഷണത്തിന്റെ കഴിച്ചുപോയ ഈ ഭക്ഷണത്തിലെ അവസാനത്തെ മറ്റും പുറത്തേക്ക് ശ്രദ്ധിക്കുന്നതിന്റെ ഇടക്ക് എന്റെ റൂഹ് വിരിഞ്ഞു പോവുകയാണെങ്കിൽ അതാണ് എനിക്കിഷ്ടം. തീർച്ചയായും മോശപ്പെട്ട ഹറാമായ വഴികളിലൂടെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് അതിൽ നിന്ന് പോഷണം സ്വീകരിച്ച് അതിൽ നിന്ന് രക്തമുണ്ടായി, അതിൽ നിന്ന് ഊർജമുണ്ടായി, അങ്ങനെ ഉണ്ടായ ശരീരങ്ങളുണ്ടല്ലോ, ഫന്നാറു ഔലാ ബിഹി, നരകത്തിന്റെ അടുത്തേക്ക് പോകുന്നത് അത്തരം ദുർമേധസ്സുകളാണ്, അത്തരം ശരീരങ്ങളാണ്. സഹോദരങ്ങളെ, റമദാൻ നമ്മുടെ ആമാശയങ്ങളിൽ, നമ്മളുടെ സമ്പത്തിലേക്ക് നോമ്പ് കയറണം. നോമ്പിന്റെ പരിശീലനം എന്താണെന്ന് അറിയില്ലേ? ഹലാലായ ഭക്ഷണം അല്ലാഹു വിലക്കിയത് കൊണ്ട് ഞാനിപ്പോ കഴിക്കുന്നില്ല. അങ്ങനെ കഴിക്കാത്തൊരുത്തൻ പിന്നെ എങ്ങനെയാണ് അന്യന്റെ മുതൽ അപഹരിക്കാൻ കഴിയുക? പിന്നെ എങ്ങനെയാണ് ആളുകളെ ചതിച്ച് കാശുണ്ടാക്കാൻ കഴിയുക? പിന്നെ എങ്ങനെയാണ് മുതലിന്റെ സകാത്ത് കൊടുക്കാതിരിക്കാൻ കഴിയുക? വൈലുൽ മുശ്രിക്കീന അല്ലദീന ലാ യൂതൂന സകാത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. സകാത്ത് മറ്റൊരു വിഷയമാണ്. ഇപ്പോൾ അതിനെ കുറിച്ച് പരാമർശിക്കാൻ നേരമില്ല, സാന്ദർഭികമായി പറഞ്ഞു പോകുന്നു. എന്റെ സമ്പത്തിൽ എന്റെ വിശ്വാസത്തിന്റെ ബാധ്യതയുണ്ട്. എന്റെ സമ്പത്തിൽ എന്റെ ചുറ്റുവട്ടത്തുമുള്ള നിസ്സഹായരായ, പതിതരായ, ദാരിദ്ര്യം പിടിച്ച പാവപ്പെട്ട മനുഷ്യർക്ക് അവകാശമുണ്ട്. എന്റെ വരുമാനത്തിന്റെ 2.5% അവന്റെ അവകാശമാണ്. എന്റെ കയ്യിലിരിക്കുന്ന വിളവിന്റെ, എന്റെ വാടകയുടെ, എന്റെ കയ്യിലിരിക്കുന്ന സ്വർണത്തിന് അതിന്റെ നിശ്ചിത വിഹിതം എത്തിക്കഴിഞ്ഞാൽ അതിലെ നിശ്ചിത ശതമാനം എന്റേതല്ല, അന്യന്റേതാണ്. സകാത്ത് കൊടുക്കാത്ത മുതല് മുഴുവൻ സമ്പത്തിനെയും നശിപ്പിച്ചു കളയും. ഇങ്ങനെ അവിഹിതം ഉണ്ടാക്കിയ, ബാധ്യത നിറവേറ്റാത്ത ഈ സമ്പത്ത് ഇങ്ങനെ കഴിച്ചു കൂടിയിട്ട് അല്ലാഹുവിനെ വിളിച്ചാൽ റമദാൻ എന്ന പുണ്യം, നോമ്പ് എന്ന പുണ്യം നമ്മളുടെ അന്നത്തിലേക്ക്, നമ്മുടെ ഭക്ഷണത്തിൽ ഹലാലിന്റെ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന്റെ ഗീതകൾ പാടുവാൻ സാധ്യമാവേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതിന് സാധിച്ചില്ലെങ്കിലോ ഇപ്പൊ തിന്ന് വയറ് നിറക്കാം, മനുഷ്യനെ പറ്റിക്കാം, നോമ്പും തുറപ്പിക്കാം, നന്നായിട്ട് ആളുകളുടെ മുമ്പിൽ ആഘോഷത്തോടു കൂടി നടക്കാം.
നല്ല വസ്ത്രം ധരിച്ച്, നല്ല തെളിഞ്ഞ വസ്ത്രം, മാർക്കറ്റിലെ ഏറ്റവും പുതിയ വസ്ത്രം. പക്ഷെ ഈ വസ്ത്രമുണ്ടല്ലോ, ഈ തിളക്കമുണ്ടല്ലോ, ഈ പുളച്ചിലുണ്ടല്ലോ, ഈ ദുർമേധസ്സുണ്ടല്ലോ, നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്കൊന്ന് ചെല്ലാനുണ്ട് ഒരു ദിവസം. നേരത്തെ പറഞ്ഞില്ലേ, ആത്മാവിന്റെ ഒരു യാത്രയുണ്ട്. അള്ളാഹുവിന്റെ മലക്കടുത്തേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ കിടന്നുകൊണ്ടുള്ള ഒരു വിറകൊള്ളലുണ്ട്. എന്തൊരു വിറകൊള്ളലാണെന്നോ, അപ്പോഴാണ് ഓർമ്മ വരിക പൊളിഞ്ഞുപോയ നോമ്പ്, തകർന്നുപോയ നമസ്കാരം, നശിച്ചുപോയ ജീവിതം. ഇതൊക്കെ കൂടെ ഇങ്ങോട്ടും കൺമുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ ശരീരത്തിന്റെ വാരിയല്ലിന്റെ കൂട് പൊട്ടിച്ച് ആത്മാവ് പുറത്തേക്ക് ചാടാൻ വെമ്പൽ കൊള്ളുമ്പോൾ അതിങ്ങനെ ഉള്ളിലേക്ക് വലിയും. എനിക്ക് പോകാൻ പറ്റില്ല. അള്ളാഹുവിന്റെ മലക്കുകൾ അടുത്ത് വന്നിരുന്നിട്ട് കറുത്ത ഭീകര രൂപം പൂണ്ട മലക്കുകൾ വന്നിരുന്നിട്ട് അടിച്ചടിച്ച് നെറ്റിയിലടിച്ച് മുതുകത്തടച്ച് തല്ലിച്ചടച്ച് ആത്മാവിനെ പുറത്തേക്ക് ചാടിക്കുന്ന ഒരു സന്ദർഭത്തിൽ കാലിന്റെ മടമ്പുകൾ കൂട്ടിപ്പിണഞ്ഞ് അല്ലാഹുവിലേക്ക് പോകലാണ്. അവന് തോന്നി തുടങ്ങി കഴിഞ്ഞു. ഉണ്ടാക്കി വെച്ച സമ്പാദ്യം മുഴുവൻ, എന്റെ ബാങ്ക് ബാലൻസ്, സകാത്ത് കൊടുക്കാത്ത മുതല്, പറ്റിച്ചുണ്ടാക്കിയ മുതല്, ഇതൊക്കെയും മണ്ണിൽ ഇങ്ങനെ അവശേഷിക്കുന്നു. കഴിഞ്ഞടോ, ജീവിതത്തിന്റെ വഴി കഴിഞ്ഞടോ. കരഞ്ഞു നോക്കും അല്ലാഹുവിനോട്, എന്നെ ഒന്ന് ഭൂമിയിലേക്ക് അയച്ചെങ്കിൽ, ഒന്നുകൂടെ ജീവിതത്തിന്റെ ഒരു അവധി തന്നിരെങ്കിൽ, ഞാൻ സ്വതക്ക ചെയ്ത് സത്യപ്പെടുത്തി സ്വലാഹിയത്തോടെ നല്ല മനുഷ്യരായി ജീവിക്കാം എന്ന് കേഴുന്നൊരു രംഗമുണ്ടല്ലോ. കരിമ്പടത്തിൽ പുതച്ച് നരകാഗ്നിയുടെ അടുത്തേക്ക് കൊണ്ടു ചെന്നിട്ട് ഖബറിന്റെ അടുത്ത് നിന്ന് നരകത്തിലേക്ക് ഒരു കവാടവും തുറന്നു കിടന്നിട്ട് ഖിയാമം വരെയുള്ള കാളരാത്രിയുടെ ഓർമ്മകളുണ്ടോ നമ്മളുടെ ശരീരത്തിൽ, നമ്മളുടെ ജീവിതത്തിൽ? ഹറാമായ അന്നം അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് ചെന്ന് നിൽക്കണം. എന്നിട്ട് തരും തരുമല്ലോ കുടിക്കാൻ. ഇവിടെ ഇരുന്നിട്ട് നോമ്പ് തുറക്കുമ്പോൾ അല്ലാത്തപ്പോൾ എന്തുതരം പാനീയം, തരാതരം ജ്യൂസുകൾ, രുചിഭേദങ്ങളുടെ ആഘോഷങ്ങൾ. റമദാൻ രുചിഭേദങ്ങളുടെ ആഘോഷങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകൾ ഇങ്ങനെ നീട്ടി കാണിക്കും. വ്രണങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ടോ ചില രോഗികൾ, ശുശ്രൂഷ ലഭിക്കാത്ത രോഗികൾ, ശരീരം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് അതിൽ പുഴുക്കൾ ഇരമ്പിയിട്ട് അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന ചലവിങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച ഓർമ്മയിലുണ്ടോ? അത്തരം ചലത്തെ, പുഴുക്കൾ ഇരമ്പുന്ന നുരമ്പി ആർക്കുന്ന ചലത്തെ ഒരു കോപ്പയിലാക്കിയിട്ട് കയ്യിലേക്ക് തന്നിട്ട് അത് തൊണ്ടയോടടുപ്പിക്കുമ്പോൾ നിർബന്ധിതനായി ഈ നിന്യതയുടെ പാനീയം ഇങ്ങനെ വലിച്ചു കുടിക്കാൻ വിധിക്കപ്പെട്ട ഗതികേടേ, അത്തരമൊരു ഗതികേടിന്റെ മുമ്പിൽ അവന്റെ തൊണ്ടക്കുഴിയിൽ ചലം കിടക്കും. അതിലെ പുഴുക്കൾ അവിടെ ഇരുന്ന് ഇരമ്പിയാർക്കും. അവനത് തുപ്പിക്കളയാൻ പറ്റില്ല, ഇറക്കാനും പറ്റില്ല. നിങ്ങളുടെ തൊണ്ടയിൽ കെട്ടിപ്പോയ ഒരു മീൻമുള്ളിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ തൊണ്ടയിൽ കുരുങ്ങിപ്പോയ ഒരു ഉരുളയെ കുറിച്ച് ഓർമ്മയുണ്ടോ? എന്തൊരു മരണ വെപ്രാളമാണ്. തൊണ്ടയിൽ ഒരു ഉരുള കുരുങ്ങിപ്പോയപ്പോൾ തുപ്പാനും പറ്റില്ല, ഇറക്കാനും പറ്റില്ല. മുഴുവൻ ഭാഗങ്ങളിലൂടെയും മരണം ഇങ്ങനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന ഒരു രംഗം. സഹോദരങ്ങളെ, അത് വരാനിരിക്കുന്നത് ഇവിടത്തെ ഹറാമിന്റെ ശീതളപാനീയങ്ങൾ, ഹറാമായ ഭക്ഷണം, വെട്ടിപ്പിടിച്ചും തട്ടിച്ചും പൂഴ്ത്തിവെച്ചും കൈക്കൂലി വാങ്ങിയും ഉണ്ടാക്കിയ സമ്പത്തുകൾ, അങ്ങനെ പെരുക്കുന്ന സമ്പത്തിന്റെ എണ്ണപ്പെരുക്കം നരകത്തിലെ പുഴുക്കളുടെ പെരുക്കമാണെന്ന തിരിച്ചറിവ് ഈ റമദാനിന്റെ ഉദയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ ശരീരത്തിന്റെ ഓജസ്സും തേജസ്സും അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിൽ, നമ്മളുടെ ശരീരത്തിന്റെ അലങ്കാരം, നമ്മൾ ധരിക്കുന്ന വസ്ത്രമാണെങ്കിൽ, നമ്മളുടെ ശാന്തതയുള്ള നമ്മൾ കിടന്നുറങ്ങുന്ന വീട് അത് ദുനിയാവിലെ നമ്മളുടെ മസ്കനാണെങ്കിൽ, നമ്മളുടെ വീടാണെങ്കിൽ, നമ്മളുടെ തൊഴില് നമ്മളുടെ ജീവിതായോധന മാർഗമാണെങ്കിൽ,
റമദാൻ വളരെ കൃത്യമായി നമ്മോട് പറയും, ഇത് ഹലാലാക്കിയില്ലെങ്കിൽ, നന്നാക്കിയില്ലെങ്കിൽ, തിന്മയുടെ വഴിയിൽ, ഹറാമിന്റെ വഴിയിലെ സമ്പാദ്യമാണെങ്കിൽ ആ നോമ്പ് അല്ലാഹുവിങ്കലേക്ക് എത്തൂല. അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടാവില്ല. നമ്മളുടെ ശരീരത്തെ, അന്നത്തെ, വസ്ത്രത്തെ, ജീവിതായോധന മാർഗങ്ങളെ, വരുമാനത്തെ നന്നാക്കി തീർക്കുവാൻ കഴിയേണ്ടതുണ്ട്. പിന്നെയുണ്ടല്ലോ ഇപ്പോഴത്തെ ദുനിയാവിന്റെ ഒരു കാലം. ഇക്കാലം പരസ്യങ്ങളുടെ പ്രളയം. മനുഷ്യനെ ഉത്തേജിപ്പിക്കലാണ്, ആസ്വദിപ്പിക്കൽ. ആസ്വദിപ്പിച്ച് ആണിന്റെയും പെണ്ണിന്റെയും തുണിവാരി എറിഞ്ഞിട്ട് കാമത്തെ ഉദ്ദീപിപ്പിക്കും. ഏറ്റവും മാർക്കറ്റുള്ള പരസ്യം അത് ചില ഉത്തേജന ഔഷധങ്ങളുടേതാണ്. ഉത്തേജന ഔഷധങ്ങളുടെ കാമോദ്ദീപനം, കാമത്തിന്റെ പെരുക്കം, കാമകലകൾ, കാമത്തിന്റെ നിദർശനങ്ങൾ, കഥകളതെ, സീരിയലതെ, സിനിമയതെ, പാട്ടുകളതെ, നൃത്തങ്ങളതെ, നാട്ടിലെ ചർച്ചകളതെ, ആണിന്റെയും പെണ്ണിന്റെയും ഒരു നിയന്ത്രണവുമില്ലാത്ത കൂടിക്കലരുകളും, സർവാംഗങ്ങളുടെയും വ്യഭിചാരവും, സർവാംഗങ്ങളുടെയും കുത്തഴിഞ്ഞ വ്യഭിചാരവും. ഇതിന്റെ ഒരു കലയാണല്ലോ നമ്മളുടെ ദുനിയാവിലെ ആസ്വാദ്യത എന്ന് പറയുന്നത്. ഇത്തരം ഒരു ദുരൂഹ കാലഘട്ടത്തിൽ വിശുദ്ധ റമദാൻ വികാരങ്ങളെ, ചിന്തയെ, ആഗ്രഹത്തെ, കാമത്തെ അതിന്റെ ഹലാലിന്റെ വിഹിതമായ മാർഗത്തിൽ അടക്കി നിർത്താനുള്ള ധൈര്യം വിശ്വാസിക്ക് നൽകണം. റമദാനിന്റെ നോമ്പിന്റെ പകലുകളിൽ എനിക്ക് ഹലാലായ എന്റെ ഇണ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ് എന്റെ അടുത്തുണ്ട്. എന്റെ ശരീരം അവരെന്റെ ശരീരത്തിന് കൊതിക്കുമ്പോൾ, എന്റെ ഇണയെ ഞാൻ കൊതിക്കുമ്പോൾ, ഇല്ല, എനിക്ക് അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് എന്റെ കൈപിടിച്ച് തന്നതാണെങ്കിലും ഇപ്പോഴല്ലാഹു വിലക്കി. അതുകൊണ്ട് എനിക്ക് വേണ്ട. റമദാനിന്റെ പകലുകളിൽ എന്റെ ഭാര്യയെ, എന്റെ ഭർത്താവിനെ എനിക്ക് വേണ്ട. അവരുമായിട്ടുള്ള കാമത്തിന്റെ ബന്ധം എനിക്ക് വേണ്ടെന്ന തീരുമാനം അത് അവിടെ നിർത്താനുള്ളതല്ല സഹോദരങ്ങളെ. കണ്ണിന്റെ കാമം, ശരീരത്തിന്റെ ഈ കാമത്തിന്റെ പേക്കൂത്തിനാണ് നമ്മളുടെ തെരുവുകളുടെ സാക്ഷ്യം. 2.5 വയസ്സുള്ള പിഞ്ചു ബാലിക മുതൽ വയോവൃദ്ധകൾ വരെ കഠിനമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു പീഡനത്തിന്റെ കാലഘട്ടം. ചെറിയ കുഞ്ഞുങ്ങളെ മുതൽ വലിയ ആളുകളുടെ മുമ്പിൽ വരെ നിങ്ങളുടെ ശരീരത്തിന് ശക്തി പോരെന്ന് പറഞ്ഞ് കാമോദ്ദീപന ഔഷധങ്ങള് മാർക്കറ്റുകളിൽ സുലഭമാകുന്ന, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന ഇങ്ങനെ കാമപ്പേക്കൂത്തുകളുടെ ഒരു കാലഘട്ടത്തിൽ ജീവിതത്തെ ഈ തെമ്മാടിത്തരത്തിന്റെ കാഴ്ച, തുണിയുരിഞ്ഞ്, പെണ്ണിന്റെ തുണിയുരിഞ്ഞ് അവളെ തെരുവിൽ ഇങ്ങനെ ഭോഗവസ്തുവാക്കി നിർത്തുന്ന സമയത്ത് എന്റെ കണ്ണുകളെ ആണിന്റെ മസിലും പെണ്ണിന്റെ വടിവും അത് തെരുവിലെ കച്ചവടച്ചരക്കാക്കി മാറ്റുമ്പോൾ കണ്ണുകളെ താഴ്ത്തുവാൻ, നിങ്ങളുടെ ലൈംഗികതയെ അതിന്റെ സദാചാരത്തിന്റെ മാർഗത്തിൽ അടക്കി നിർത്തുവാനുള്ള പരിശീലനം, അതാണ് നോമ്പ്. അത് സിദ്ധിച്ചില്ലെങ്കിൽ, അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് നോമ്പാ സഹോദരങ്ങളെ? റമദാൻ കഴിഞ്ഞു, പിന്നെ എന്റെ കട്ടുനോട്ടം, എന്റെ വീട്ടിലെ ചാനൽ, ഞാൻ ടെലിവിഷൻ, ഞാനതിങ്ങനെ മാറ്റി തുറക്കും. കാണുന്ന കാഴ്ചകളൊക്കെയും ഈ അശ്ലീലതയുടെ കാഴ്ചകൾ, വൃത്തികേടിന്റെ കാഴ്ചകൾ. എന്റെ കുഞ്ഞുമക്കളെ കണ്ടു വളരുന്നത് മുഴുവനും ആണും പെണ്ണും തമ്മിലുള്ള ശരീരങ്ങളുടെ കൂടിക്കുഴയലുകളുടെ കാഴ്ചകളാണ്. കാഴ്ചകൾ ഒരു രതിയായി മാറും, കണ്ട് രതിയായിട്ട് മാറുന്ന ഒരു കാഴ്ചകൾ. ഈ കാഴ്ചവട്ടങ്ങളുടെ അപ്പുറത്തൊരു മറയിടാൻ നമ്മെ കൊണ്ട് സാധിക്കുമോ? സാധിക്കുന്നെങ്കിൽ അവിടെയാണ് നമ്മളുടെ വികാരങ്ങളെ, നമ്മളുടെ കാമത്തിന് ഒരു നോമ്പുണ്ടാവണം. നല്ല പരിശീലനം. ഹലാലായതേ ഞാൻ കാണൂ, കാണാൻ പറ്റുന്നതേ ഞാൻ കാണൂ. എന്റെ ഉമ്മയും എന്റെ വാപ്പയും എന്റെ ഭാര്യയും എന്റെ മക്കളും ഒന്നിച്ചിരുന്ന് എന്റെ വീട്ടിൽ കാണാൻ പറ്റുന്നതേ ഞാൻ കാണൂ. ഒരഭിസാരികയുടെ തിരയിളക്കത്തിനും എന്റെ വീടിന്റെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇരിക്കേണ്ട എന്റെ വീട്ടിൽ ഒരഭിസാരികതയുടെ അർദ്ധനഗ്നമോ പൂർണ്ണനഗ്നമോ ആയ ശരീരത്തിന്റെ പ്രദർശനത്തിനും എന്റെ പരിശുദ്ധമായ പവിത്രമായ ദേവരാഗങ്ങൾ ഉയരുന്ന എന്റെ വീട്ടിൽ സ്ഥാനമില്ല എന്ന ഒരു ഗൃഹനാഥയുടെ ബോധ്യത്തിന്റെ പേരാണ് വികാരങ്ങളുടെ റമദാൻ, വികാരങ്ങളുടെ നോമ്പ്. തിരുത്തി വായിക്കാൻ നമുക്ക് കഴിയുമോ സഹോദരങ്ങളെ? റമദാൻ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളൊന്ന് കാണണം, നമ്മളൊന്ന് തീരുമാനിക്കണം. തീ പിടിച്ച ലൈംഗികാവയവങ്ങളുമായി നരകത്തിൽ ഇങ്ങനെ നെട്ടോട്ടമോടുന്ന ഗതികേട് മാറണമല്ലോ. വിശുദ്ധ ഖുർആൻ സ്വർഗത്തെ കുറിച്ച വിശേഷണം അതല്ലേ? അവരും അവരുടെ ഇണകളും
ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. അല്ലാഹുവിന്റെ കടാക്ഷമുള്ള ഒരു കാഴ്ച, അല്ലാഹുവിന്റെ കടാക്ഷമുള്ള ഒരു സ്വർഗം, പ്രവാചകന്റെ ചാരത്ത് നിൽക്കുന്ന ഒരു സ്വർഗം, പ്രവാചകന്റെ അയൽപക്കക്കാരനാകുന്ന ഒരു സ്വർഗം. ആ സ്വർഗത്തിൽ ഇങ്ങനെ അതിലെ തോട്ടങ്ങളിൽ, പാലാറിലും തേനാറിന്റെയും കരയില്, അതിലെ തോട്ടങ്ങളിലെ ചാരുമഞ്ചങ്ങളിൽ എന്റെ ദുനിയാവിൽ എന്റെ കയ്യും പിടിച്ചു വന്ന എന്റെ ഇണ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, ഞങ്ങൾ ഇങ്ങനെ തോളോട് തോൾ ചോർന്ന് വിശ്രമിക്കുന്നതും ഇവിടത്തെ നിയന്ത്രിച്ച കണ്ണുകൾക്ക്, ഇവിടെ അടക്കി നിർത്തിയ കാമങ്ങൾക്ക്, ഇവിടെ അള്ളാഹുവിനെ ഭയപ്പെട്ട വികാരങ്ങൾക്ക് അള്ളാഹു കൊടുക്കുമല്ലോ. കഅന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ. എന്തൊക്കെയാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്? ഖാസിറാത്തു തർഫി ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. വെള്ളിത്തിരകളിലെ തിരയിളക്കങ്ങളല്ലല്ലോ, ഒരാളും കാണാത്ത, ഒരു കണ്ണും കാണാത്ത, കൂടാരങ്ങളിലെ ഹൈമകളിൽ അടങ്ങി ഒഴുങ്ങി കഴിയുന്ന സൗന്ദര്യത്തിന്റെ തിടമ്പുകളെ അള്ളാഹു എനിക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് ശാന്തമായ എന്റെ മനസ്സുമായി സ്വർഗാരോഹണം നടത്തുകയും അവിടെ അള്ളാഹുവിന്റെ വിഭവങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു സുദിനം ഞാൻ നോമ്പ് നോക്കുന്നത് ഇതിനു വേണ്ടിയാണെന്നൊരു തിരിച്ചറിവ് ഉണ്ടാവണമല്ലോ. നമ്മളുടെ ശരീരത്തിനും നോമ്പുണ്ടാവണം, നമ്മുടെ കാമത്തിനും നോമ്പുണ്ടാവണം, നമ്മളുടെ വികാരത്തിനും വിചാരത്തിനും. സഹോദരങ്ങളെ, റമളാനാണ്. അള്ളാഹുവിന്റെ ഒരുക്കമറിയുമോ നിങ്ങൾക്ക്? അള്ളാഹു ഒരുങ്ങി. എങ്ങനെ ഒരുങ്ങി? ദൈവം തമ്പുരാൻ ഈ പ്രപഞ്ചത്തെ മുഴുവനും, ഇവിടത്തെ സസ്യലതാദികളെയും പക്ഷിമൃഗാദികളെയും സർവചരാചരങ്ങളെയും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു സ്വീകരിക്കാൻ. എന്തൊരാഹ്ലാദ ചിത്തനാണെന്നറിയുമോ തമ്പുരാൻ? അവന്റെ മലക്കുകളെ അവൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു, ദാ വരാനിരിക്കുന്ന ഒരു മാസം, നിങ്ങൾ തയ്യാറാവുക, സ്വർഗം അലങ്കരിക്കുക. മലക്കുകളെ സ്വർഗം അള്ളാഹു അലങ്കരിച്ചു വെക്കുന്നു. അള്ളാഹു ഓരോ ദിവസവും സ്വർഗത്തില് പുതിയ പുതിയ അലങ്കാരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. എന്തിനാണെന്നറിയുമോ? മണ്ണിന്റെ അഴുക്കു ചാലുകളിൽ പെട്ടുപോയ എന്റെ പ്രിയപ്പെട്ട അടിമകളുണ്ട്. അവരിങ്ങനെ കൈനീട്ടി വരും എന്നോട്. ഒരു മാസം, ഒരു കൊല്ലം മുഴുവൻ അവർ തെറ്റ് ചെയ്തു പോയവരാണ്. പക്ഷെ അവരിപ്പൊ കരഞ്ഞ് കണ്ണീര് ചാർത്തിയിട്ട് എന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാ. അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനാവരുത്. സംഭവിച്ചു പോയോ? ദാ റമളാൻ കഴുകി വെടിപ്പാക്കിയിട്ട് എന്റെ അടിമകൾ വരും. അവരെ സ്വീകരിക്കാൻ എല്ലാ ദിവസവും അള്ളാഹു സ്വർഗത്തെ ഒരുക്കുന്നു, മലക്കുകളെ ഒരുക്കി. എന്നിട്ട് ആകാശത്തിന്റെ ചരിവുകളിലേക്കും ഞൊറിവുകളിലേക്കും അള്ളാഹു മലക്കുകളെ പറഞ്ഞു വിട്ടു. ഇപ്പോഴീ ചക്രവാളത്തിൽ നിന്ന് നമ്മെ നോക്കിയിട്ട് മലക്കുകൾ വിളിക്കുന്ന വിളി നമ്മൾ കേൾക്കുന്നില്ലേ? യാ ത്വാലിബൽ ഖൈർ ഹലുമ്മ. നന്മ ആഗ്രഹിക്കുന്നവരുണ്ടോ? മുന്നേറിക്കൊണ്ടിരിക്കുക. യാ ബായൽ ഖൈർ ആഖിബിൽ. നന്മ ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ നന്മയുടെ മാർഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുക. തിന്മയുടെ വഴിയെ പോകുന്നവരെ, പോകല്ലേ തിരുത്തുക, നന്നാവുക. മലക്കുകൾ നിരന്തരം വിളിച്ചു പറയും. അള്ളാഹു പറഞ്ഞു, ആ നരകമുണ്ടല്ലോ, ആ നരകത്തെ ഒന്ന് അടച്ചു കളയുക, നരകത്തിന്റെ വാതിലുകൾ അടച്ചു കളയുക, കൊട്ടി അടച്ചേക്കുക. തുറക്കല്ലേ നരകം, എനിക്കിഷ്ടമല്ല. എന്റെ അടിമകളെ നരകത്തിലേക്ക് വിടാൻ എനിക്കിഷ്ടമല്ല. അള്ളാഹുവിന്റെ കാരുണ്യം, പരാവാരത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരുണ്യവും ഒരുമിച്ച് കുട്ടിയാലും ഒരമ്മയൊട്ടകം അതിന്റെ കുഞ്ഞിന്റെ മേല് അതിന്റെ കുളമ്പു തട്ടാതെ കാലിങ്ങനെ പൊക്കിപ്പിടിച്ചിട്ട്, പശു അതിന്റെ കുഞ്ഞിന്റെ മേലെ കാല് തട്ടാതെ പൊക്കിപ്പിടിച്ചിരിക്കുന്ന രംഗം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? അള്ളാഹു കാരുണ്യത്തെ 100 പകുത്തു. എന്നിട്ട് 99 അള്ളാഹു സ്വന്തമാക്കി വെച്ചു. 1% മണ്ണിലേക്ക് ഇട്ടുകൊടുത്തു. അതാണ് ആടിന്റെ, പശുവിന്റെ, അമ്മയുടെ മാതൃഹൃദയങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞിട്ട് മക്കളോടുള്ള അൻപിന്റെ സ്നേഹത്തിന്റെ കാരുണ്യമായി ഒഴുകുന്നത്. ഒരമ്മയൊട്ടകം അതിന്റെ കുഞ്ഞിന്റെ മേൽ കുളമ്പു തട്ടാതെ കാല് പൊക്കിപ്പിടിക്കുന്നത്. ഒരു പശു അതിന്റെ കിടാവിനെ കാണാതെ അലഞ്ഞുതിരിഞ്ഞ് കരയുന്നത്. കാണുമ്പോൾ ഓടിച്ചതിനെ നക്കി തുടച്ച് ചേർത്ത് നിർത്തുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ 1% മാത്രമാണെന്നറിയുമ്പോൾ ബാക്കി 99% കാരുണ്യവും സ്വന്തമാക്കി വെച്ചിട്ട് തെറ്റിരാപതിച്ചു പോയ മനുഷ്യനെ നോക്കിയിട്ട് അള്ളാഹു പ്രഭാതത്തില് കൈനീട്ടി വെക്കും. പ്രദോഷത്തിലെ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ, പ്രദോഷത്തിലെ കൈനീട്ടി നിൽക്കും. പകലിലെ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ, ഇങ്ങനെ പാപം പൊറുക്കാൻ സന്നദ്ധനായ കരുണാമൂർത്തി അള്ളാഹു ആകാശത്തെ ഒരുക്കി, മലക്കുകളെ ഒരുക്കി. അവരിങ്ങനെ വന്ന് വിളിച്ചു പറയും, നരകത്തെ അടച്ചു കളഞ്ഞു, പിശാചിനെ ചങ്ങലക്കിട്ടു.
പിശാജ് എവിടെയെങ്കിലും ഇരിക്കുന്ന പിശാജല്ല, തുമ്മുമ്പോ മൂക്കിൽ കയറുന്ന പിശാജല്ല, വാതുറക്കുമ്പോഴേ അന്നാക്കിലേക്ക് ഇരച്ചു കയറുന്ന പിശാജുമല്ല. പിശാജ് അവനിങ്ങനെ നമ്മളുടെ വികാരമായി, ചിന്തയായി, തെറ്റിന്റെ വഴിയിലായി, നമ്മളുടെയൊക്കെ ഉള്ളിലും ഉണ്ടല്ലോ ഒരു പിശാജ്, തെറ്റിന്റെ വഴിയിലേക്ക് പോകുന്ന പിശാജ്, പൈശാചിക പ്രേരണകൾ. ആ പ്രേരണകളെ അടക്കി നിർത്തുമ്പോഴാണ് പിശാചിനെ ചങ്ങലക്കിട്ടു പോകുന്നത്. പിശാചിനെ ചങ്ങലക്കിടുന്നത് ഒരു വ്യക്തി സ്വയം തീരുമാനിക്കണം. ഞാൻ ഇബ്ലീസിന്റെ പിടിയിൽ പെടില്ല എന്ന് ഒരു വ്യക്തി സ്വയം തീരുമാനിക്കണം. അല്ലാഹു പിശാചുക്കളെ ചങ്ങലക്കിട്ടു, എന്നിട്ട് ഒരുക്കി വെച്ചു. പ്രപഞ്ചത്തിൽ മുഴുവനും റമദാനിന്റെ കീർത്തനങ്ങളുമായി വന്നു. മനുഷ്യനോട് പറഞ്ഞത് നോമ്പനുഷ്ഠിക്കുക, നോമ്പനുഷ്ഠിക്കുക. മറ്റു ദിവസങ്ങളിലെ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി 7 മുതൽ 70,000 വരെ ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി നൽകും. വിശദീകരണങ്ങളെമ്പാടും നാം കേട്ടതും പഠിച്ചതുമാണ്. സഹോദരങ്ങളെ, റമദാനിനെ സ്വീകരിക്കാൻ തയ്യാറാവണം. റമദാൻ എന്നത് ഒരു ജീവിത പരിശീലനമാണ്. ഏതാണെന്നറിയുമോ ആ ജീവിതം? ആ ജീവിതം എന്നത് പ്രവാചകരോട് പറഞ്ഞു, നമസ്കരിക്കണം, രാത്രിയിൽ നിന്ന് നമസ്കരിക്കുക. നിനക്ക് നാം ഭാരിച്ച ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പോകുന്നു. റമദാനിന്റെ സാക്ഷ്യം, റമദാനിനെ റമദാനാക്കിയത്, അള്ളാഹു ഈ കണ്ട പുണ്യങ്ങളെ മുഴുവൻ വാരി വിതറിയത് ശഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ എന്നത് വിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. മറന്നു പോകരുത്. റമദാനിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, റമദാനിൽ ശരീരത്തെയും മനസ്സിനെയും പവിത്രമാക്കുക എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാനുള്ള ശരീരത്തെയും മനസ്സിനെയും സൃഷ്ടിക്കലാണ് റമദാൻ. വിശുദ്ധ ഖുർആനിനെ ശരീരത്തിൽ ഏറ്റുവാങ്ങണം. ഏതാണ് ഈ ഖുർആൻ? ഓർക്കുന്നുണ്ടോ? അൽ അമീനായ സാദിഖായ ഒരു മനുഷ്യൻ 40 വർഷക്കാലത്തെ മക്കയിലെ കഠിന തപസ്സും വപുസ്സും മനുഷ്യന്റെ മുമ്പിൽ ഒരു തെറ്റും പറയാതെ, ഒരു കള്ളവും പറയാതെ, ന്യായത്തിന്റെ കാവലാളായി, നീതിയുടെ കാവലാളായി ജീവിച്ച മുഹമ്മദ് 40ാമത്തെ വയസ്സിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നുണ്ടല്ലോ. എന്തേ സംഭവിച്ചത്? ഏതാണ് ഈ ഖുർആൻ? ഏത് ഹൃദയങ്ങളിലേക്കാണ് ഇത് ഏറ്റുവാങ്ങേണ്ടത്? ഒരുങ്ങണ്ടേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയുടെ ഏകാന്തതയിൽ, സമൂഹത്തിന്റെ ദുർനടപ്പിൽ മനം നൊന്ത്, കൊള്ളരുതായ്മകളിൽ മനം നൊന്ത്, ഹിറാ ഗുഹയുടെ ഏകാന്തതകളിൽ രക്ഷിതാവിനെ ഭജിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക്, ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണല്ലോ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വിശുദ്ധ ഖുർആൻ ആകാശത്തിൽ നിന്ന് അല്ലാഹുവിന്റെ വചനത്തെ അവന്റെ പരിശുദ്ധനായ മലക്ക് മണ്ണിലെ ഏറ്റവും പരിശുദ്ധനായ മനുഷ്യന്റെ കാതിലേക്ക്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക്, അദ്ദേഹത്തിലൂടെ പ്രപഞ്ചത്തിന്റെ ചക്രവാള സീമകളിലേക്ക്, അദ്ദേഹത്തിലൂടെ ഖിയാമം വരെയുള്ള മനുഷ്യ മക്കളിലേക്ക് ഇതിങ്ങനെ പ്രസരിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ. എന്താണ് ഈ സാധനം? മണ്ണിൽ മനുഷ്യൻ അല്ലാഹുവിന്റെ അടിമകളായി ജീവിക്കണം. ഏതാണ് ആ ഖുർആൻ? മനുഷ്യന്റെ ഭൂമിയിലെയും ആഖിറത്തിലെയും മുഴുവൻ ജീവിത വഴികളിലെയും പ്രകാശത്തിന്റെ വെളിച്ചത്തിന്റെ മാർഗം. ഉറച്ച വിശ്വാസമുണ്ടല്ലോ മുസ്ലിമേ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതിലൂടെ അല്ലാതെ എനിക്കൊരു രക്ഷയുമില്ല. അതിലൂടെ അല്ലാതെ എന്റെ കുടുംബം രക്ഷപ്പെടൂല. അതിലൂടെ അല്ലാതെ എന്റെ ദുനിയാവ് രക്ഷപ്പെടൂല. അതിലൂടെ അല്ലാതെ എന്റെയും എന്റെ ജനതയുടെയും പരലോകവും രക്ഷപ്പെടില്ല. ഇത് മുസ്ലിമിന്റെ ഉറച്ച ബോധ്യമാണെങ്കിൽ ഒന്നാലോചിക്കണം. റമദാൻ എത്ര കഴിഞ്ഞു? ഖുർആൻ എവിടെയുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക്, പരിശുദ്ധിയിലേക്ക് വിളമ്പിയ ആ വിശുദ്ധ വേദം ഇപ്പൊ നമ്മളുടെ കയ്യിൽ. റമദാനിൽ നമ്മളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചിട്ട് ഹൃദയത്തിലേക്ക് ഖുർആനിനെ കയറ്റണം. ഹൃദയത്തിലേക്ക് ഖുർആനിനെ ഏറ്റുവാങ്ങാൻ റമദാൻ പര്യാപ്തമാവുന്നില്ലെങ്കിൽ ഖുർആനിനെ അവഗണിച്ചിട്ടൊരു റമദാനില്ല. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ലൈലത്തുൽ ഖദ്ർ, അത് പുണ്യങ്ങൾ വാരിച്ചൊരിയുന്ന രാവായി മാറിയതിന്റെ പ്രത്യേകത എന്താണ്? ആ രാവറുതിയിൽ എപ്പോഴാണ്? ആ രാവറുതിയിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിൽ നിന്ന് മണ്ണും വിണ്ണുമായി ബന്ധം സ്ഥാപിച്ചത്, പ്രവാചകന്റെ ഹൃദയത്തിന്റെ അടുത്തേക്ക് എത്തിയത്. അന്നാണ് വിശുദ്ധ ഖുർആൻ അവതരണം തുടങ്ങിയത്. അതിന്റെ പോരിശയാണ്
അതിന്റെ ബർക്കത്താണ് ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം. ആ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യമാണ് ഖുർആനിന്റെ പുണ്യമാണ് റമദാനിന്റെ പുണ്യം. റമദാനിന്റെ പുണ്യം ആർജിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ സ്വീകരിക്കണം. അറബി ഭാഷ എത്ര പേർക്കറിയും അതൊന്ന് നടത്തി വായിക്കാൻ? എത്ര പേർക്കറിയും അതിന്റെ അർത്ഥം അറിയാൻ? എത്ര പേരെ കൊണ്ട് സാധിക്കും അതിന്റെ സന്ദേശ സാരത്തെ എന്റെ മക്കളുടെ കാര്യത്തിൽ, എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ, എന്റെ നാട്ടുജീവിതങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ തണലെനിക്കുണ്ടാകുവാൻ എത്ര പേർക്ക് സാധിക്കും? സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ കഴിയണം. ഖുർആനിനെ സ്വീകരിക്കാതെ റമദാനിനെ കിട്ടില്ല. ഖുർആൻ കൂടുതൽ പഠിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരും. ഓരോ വർഷവും വന്നിട്ട് ഖുർആൻ പരിശോധനയായിരുന്നു അദ്ദേഹത്തിന്റെ മുമ്പിൽ. റമദാനിന്റെ പ്രത്യേകത ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഓതിക്കൽപ്പിക്കും. അവിടുന്ന് ഓതിക്കൽപ്പിക്കുന്ന ഈ ഖുർആൻ പരിശോധന ഇത് റമദാനിൽ നടന്നതാണ്. സ്വീകരിക്കുമോ? പ്രവാചകന്റെ വഴിയെ തീരുമാനമെടുക്കണം. വിശുദ്ധ ഖുർആനിന്റെ അതിനെ സ്വീകരിക്കാൻ ഖുർആനിനോടുള്ള സ്വാഗതവും എന്റെ റമദാനിന്റെ സ്വാഗതമാണെന്ന് തീർച്ചപ്പെടുത്തണം. ആ ഖുർആനോ ഇസ്ലാമിക സമൂഹത്തെ ഖുർആൻ ഏതാണെന്ന് അറിയുമോ? ഹുദല്ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ. അതാരുടേതാണ് ഖുർആൻ? മുസ്ലിംകളുടെ പള്ളിയിൽ, മുസ്ലിംകളുടെ വീടുകളിൽ, മുസ്ലിംകളുടെ അലമാരയിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു സാധനമല്ല. അതിന് അവകാശികളുണ്ട്. ഇവിടത്തെ ക്രിസ്ത്യാനിക്കും ഇവിടത്തെ ഹിന്ദുവിനും അള്ളാഹുവിന്റെ മണ്ണിൽ ജീവിക്കുന്ന, അവന്റെ സൂര്യപ്രകാശം അനുഭവിക്കുന്ന, അവന്റെ വായു ശ്വസിക്കുന്ന, അവന്റെ വെള്ളം കുടിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും പൊതുസ്വത്താണ്. സൂര്യൻ പൊതുസ്വത്തായതുപോലെ, ആകാശം പൊതുസ്വത്തായതുപോലെ, ശ്വാസവായു പൊതുസ്വത്തായതുപോലെ വിശുദ്ധ ഖുർആനും ഇവിടത്തെ മനുഷ്യന്റെ പൊതുസ്വത്താണ്. അടക്കി വെച്ചു പോയോ സഹോദരങ്ങളെ? നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ മുമ്പിൽ അത് തുറന്നു വെക്കാതെ, അവർക്കത് കൊടുക്കാതെ അടക്കി പൂട്ടി വെച്ചോ? നമ്മൾ അടക്കി പൂട്ടി വെച്ചോ? ഖുർആനിന്റെ മുമ്പിൽ, ഖുർആനിന്റെ പ്രകാശത്തിന്റെ മുമ്പിൽ തടസ്സത്തിന്റെ മറകളായി കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. മനുഷ്യ സമൂഹങ്ങളെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ അല്ലാഹു നൽകിയ ഗ്രന്ഥത്തെ അടച്ചുപൂട്ടി ഭദ്രമാക്കി വെച്ച് അതിന്റെ മുമ്പിൽ ആ പ്രകാശത്തെ മനുഷ്യരിലേക്ക് എത്തുന്നതിൽ നിന്നും തടയുന്ന മറകളായി നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, തൗബ ചെയ്യാനുള്ള സുവർണാവസരം, ഖുർആനിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനുള്ള സുവർണാവസരം, വിശുദ്ധ ഖുർആനിനെ അതിന്റെ അവകാശികൾ കേൾപ്പിച്ചു കൊടുക്കാനുള്ള സുവർണാവസരം, അതാണ് റമദാൻ. സഹോദരങ്ങളെ, രാത്രിയിൽ നിന്ന് നമസ്കരിക്കുക, കൂടുതൽ പശ്ചാത്താപം ചെയ്യുക. അല്ലാഹു സ്വീകരിക്കും. ആളുകളെ കൊന്നു, ഒരു മനുഷ്യൻ കൊന്നു തള്ളി 99 ആളുകളെയും കൊന്നു. 99 ആളുകളെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് ആ മനുഷ്യന് എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷയുണ്ടോ, മടുത്തു ഈ ജീവിതം, എനിക്ക് നന്നാകണമെന്ന് തോന്നിയത്. ഓടിച്ചെന്ന് ചോദിച്ചു, എനിക്ക് അള്ളാഹു പുറത്തു തരുമോ? എന്നെ ദൈവം കടാക്ഷിക്കുമോ? 99 ആളെ കൊന്ന എന്നെ ദൈവം കടാക്ഷിക്കുമോ? ഒരാള് പറഞ്ഞു, നിനക്ക് രക്ഷയില്ല. വേറെ രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ അയാളെയും കൊന്നു. 100 പേരെ കൊന്നു. കൊന്നിട്ടും ചോദിക്കുകയാണ്, എനിക്ക് രക്ഷയുണ്ടോ? ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് അങ്ങനെ ഓടുകയാണ്. എനിക്ക് രക്ഷപ്പെടണം, സംഭവിച്ചു പോയി, എനിക്ക് രക്ഷപ്പെടണമെന്ന് ഓടുമ്പോൾ ഒന്നോടിയതേ ഉള്ളൂ. ആ ഓട്ടത്തിനിടയിൽ മരണം സംഭവിച്ചു പോയി. കരുണാർദ്രനായ തമ്പുരാൻ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് അവന്റെ കൈകളും നീട്ടിയിട്ട് സ്നേഹോദാരം, ത്യാഗാദത്തോടെ, നിറഞ്ഞ കാരുണ്യത്തോടെ ആ കാരുണ്യത്തെ കണക്കാക്കി തീർക്കാൻ ഏത് വാക്കുകൾക്കും, ഏത് പേനകൾക്കും വാക്കുകൾക്കും കഴിയും. സഹോദരങ്ങളെ, അള്ളാഹു വിളിക്കും. ആ 100 പേരെ കൊന്ന മനുഷ്യന്റെയും അവന്റെ മനസ്സിന്റെ പശ്ചാത്താപത്തെ പരിഗണിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ തമ്പുരാൻ നമ്മളുടെ കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയണം. ആ സാന്നിധ്യത്തിന്റെ ശീതളഛായയിൽ, കരുണാവാരിധിയുടെ ശീതളഛായയിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ മുമ്പിൽ മാതൃകായോഗ്യമായ ജീവിതം നയിക്കാൻ കഴിയണം. അതാണ് റമദാൻ, അതാണ് മുസ്ലിം ജീവിതം, അതാണ് റമദാന്റെ സ്വാഗതം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമാഅത്ത് ഇസ്ലാമി ആലുവ ഏരിയ വൈസ് പ്രസിഡന്റ് സഹോദരൻ റഷീദ് സാഹിബിനും പ്രൗഢമായ പ്രഭാഷണം നടത്തിയ അഖിൽ പാണാവള്ളിക്കും, പിന്നെ ഇവിടെ സ്വാഗതം ഓതിയ തൽഹത്ത്, പിന്നെ ഖിറാത്ത് നടത്തിയ ജാബിർ, പരിപാടി ആത്മീയത ശ്രമിക്കാനും റമളാനിന്റെ സന്ദേശം സാംസ്കരിക്കാനും എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം, നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.